അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറമക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശടയാളത്തിൽ ദൈവശക്തി അനുഗ്രഹിക്കപ്പെടട്ടെ. കുഞ്ഞുങ്ങൾ രോഗം വന്നിട്ടും പോകാതെ അങ്ങനെ മനസ്സും മടുത്ത് കുഞ്ഞുങ്ങളെയും കൊണ്ട് ജീവിക്കുന്ന മാതാപിതാക്കന്മാരുണ്ട്. എല്ലാ സന്തോഷവും പോയവരുണ്ട്. കുഞ്ഞുങ്ങൾ ജനിച്ചതിൻ്റെ പേരിൽ അവർക്കുണ്ടാകുന്ന മാരകമായ രോഗങ്ങൾ, മാറാത്ത രോഗങ്ങൾ കാരണം ജീവിതം തീർന്നെന്ന് വിചാരിച്ചിട്ട് ആ കുരിശിൽ ചുമന്നുണ്ടാക്കുന്നവരുണ്ട്. ഈശോയെ, അവരെല്ലാം നീ ശക്തിപ്പെടുത്തി പ്രാർത്ഥിക്കുന്നു. ഈശോയെ, നിനക്ക് താങ്ങാനാവാത്ത പ്രലോഭനം ഞാൻ നിനക്ക് നൽകത്തില്ലെന്ന് പറഞ്ഞ പോലെ കർത്താവ് ഒരു മനുഷ്യനും താങ്ങാനാവാത്ത ദുഃഖം കൊടുത്ത് കർത്താവ് അവർ വീണപാട്ടത്തിന് കിടന്ന് അഴുകിപ്പോകാതിരിക്കാൻ കർത്താവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. നീ എഴുന്നിരുന്ന് നടക്കുക. ദൈവവേദന സാമ്പത്തിക കടങ്ങളുള്ളവർ, ഗിഫ്റ്റ് നടപടിയുള്ളവർ, വന്ന് പെട്ടുപോയവർ, അന്യൻ്റെ കൈകളിലെ അധ്വാനത്തിൻ്റെ ഫലങ്ങൾ അകപ്പെട്ടു പോയവർ, അത് കേസായി പോയവർ, ഭാഗോടമ്പടി നടക്കാത്തവർ,
ജോലി ലഭിക്കുമെന്ന് വിചാരിച്ചു നിന്നിട്ട് അത് അങ്ങനെ ആശിച്ച് മോഹിച്ചൊക്കെ ഇരുന്നതും അതും നഷ്ടപ്പെട്ടിരിക്കട്ടെ. ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാൻ പോലെ വിഷമിക്കുന്നവർ, അങ്ങോട്ടും ഇവിടെ കുറ്റം പറഞ്ഞ് എൻ്റെ കുഴപ്പമാണ്, ഞാൻ അന്നേ പറഞ്ഞതല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറ്റം വിധിക്കാനും നമ്മളെ കൊച്ചാക്കാനും ചെറുതാക്കാനും വെറുമയാക്കാനും അനേകം പേര് നിൽക്കും. കർത്താവ് നീ മാത്രമേ അവർക്കുള്ളെന്ന് ഓർക്കണമേ. അയൽവാസികൾ തമ്മിൽ ഭിന്നതയും പുറത്തോട്ടിറങ്ങാൻ പറ്റാത്ത അവസ്ഥയുള്ളവർ, വിറ്റുചുട്ട് പോയാൽ മതി, പക്ഷേ വിൽക്കാൻ ആൾക്കാർ സമ്മതിക്കണമില്ല, ആ രീതി കിടന്ന് വിഷമിക്കുന്നവരുണ്ട്. സ്ഥലം വിറ്റ് മാറാൻ പറ്റാത്തവരുണ്ട്, വഴിയില്ലാത്ത സ്ഥലം എടുക്കാത്ത അവസ്ഥകളുണ്ട്. അതുകൊണ്ട് തന്നെ കൊത്തിക്കൊണ്ട് പറക്കാനും പറ്റത്തില്ല, എടുത്ത് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ അകപ്പെട്ടു പോയവരുണ്ട്. എൻ്റെ കർത്താവിൻ്റെ ഉന്നത നാമത്തിൽ ഇരുമ്പ് ചങ്ങലകളെ യേശുവിൻ്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ എന്ന് കൽപ്പിക്കുന്നു. നീ ഒരു ആധ്യാത്മികനാണ്, ദൈവത്തിന് ഇഷ്ടപ്പെട്ട ആളാണെങ്കിൽ ദൈവം കയറി വരുമ്പോഴേ മുമ്പ് തന്നെ സ്റ്റാറ്റസ് ലോയിങ് സംഭവിക്കും. പണ്ട് ഞാൻ ഫൊറോണ വികാരിയായിരുന്നു. ഒരു സുപ്രഭാതത്തിൽ ഒരു കൊല്ലത്തിന് മുമ്പ് ഞാൻ പെട്ടെന്ന് വേറെ ട്രാൻസ്ഫറായി എനിക്ക് ഒരു കൊച്ചു പള്ളിയിലേക്ക് വന്നു. ചാപ്ലിനായി ശരിക്കും. ഇപ്പോഴും ഞാൻ ചാപ്ലിനാണ്, പക്ഷേ ഞാൻ ചാപ്ലിനെന്ന് പ്രത്യേകം എഴുതും. വികാരി നേതൃത്വത്തില്ല, ചാപ്ലിൻ. ഞാൻ ഒരു ചാപ്പലിലാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പം ഞാൻ എൻ്റെ പെരുന്നാൾ നോട്ടീസ് എഴുതിയിട്ടുണ്ട്, ചാപ്ലിൻ ഫാ ജോസഫ് വലിയ വീട്ടിൽ. എന്താ കാര്യം? കർത്താവ് എനിക്ക് തന്ന സ്റ്റാറ്റസാണത്, ദൈവം തന്ന സ്റ്റാറ്റസാണ്. ഇത് ആദ്യം ദൈവം എന്നിൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സാഹചര്യത്തിലായി തന്നത്. കാര്യം എന്താ, ഞാൻ ഫൊറോണ വികാരിയായ സമയത്താണ് എന്നെ പെട്ടെന്ന് എനിക്ക് സ്റ്റാറ്റസ് ലോയിങ് ഉണ്ടായത്. പക്ഷെ അന്ന് ഇത്രയും ജ്ഞാനം എനിക്കില്ല. അന്നാണ് എനിക്ക് ജ്ഞാനം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ കളിച്ചനും ശരിക്കും. എന്താ കാര്യം, നമ്മളെ ദൈവം ഉയർത്തണം മുമ്പാണല്ലോ ഈ സാധനം തരുന്നത്. പക്ഷെ ദൈവം ഉയർത്താനുള്ള ഉയർത്തി. ഞാൻ ആ പള്ളിയിൽ പോയിരുന്നുണ്ട്, എൻസൈക്ലോപ്പീഡിയ എഴുതി ആ പള്ളിയിൽ ചാപ്പലിൽ പോയിരുന്നുണ്ട്. ഇപ്പോൾ ചാപ്പലത് ഭയങ്കര നികഷ്ട ജീവിതമായിരുന്നേ. ആ ചാപ്പലിൻ്റെ അരികിൽ തന്നെയാണ് പൊതു കക്കൂസ് ഉണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ ഓഫീസ് മുറിയുടെ ബാക്കിൽ ജനൽ തുറന്നു കഴിഞ്ഞാൽ ഈ കക്കൂസിൻ്റെ മണം പുറത്തേക്ക് വരും. എൻ്റെ 5 കൊല്ലം അവിടെ ഇരുന്ന് അതിൻ്റെ പേരിൽ ഞാൻ പോയി കംപ്ലൈൻറ്റ് ചെയ്യുകയോ അതൊരു ബുദ്ധിമുട്ടായിട്ട് ജനങ്ങളോട് പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല. എനിക്ക് ശേഷം ചെന്നവർ മേട പൊളിച്ച് വേറെ മേട ഉണ്ടാക്കി. കാര്യം ഞാൻ കർത്താവ് തന്ന സ്റ്റാറ്റസ് അക്സെപ്റ്റ് ചെയ്തു. ഞാനെന്ന് പറയുകയല്ല, ദൈവിക വഴികളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഞാൻ നിങ്ങൾ പറഞ്ഞില്ലേ, അവിടെ ഇരുന്ന് എഴുതിയതാണ് 7000 പേജോളം എഴുതി. അങ്ങനെ 7 പ്രാവശ്യം എഴുതിയാണ് എൻസൈക്ലോപ്പീഡിയ, ചവിട്ടാള എൻസൈക്ലോപ്പീഡിയ. എൻ്റെ ഗവേഷണമൊക്കെ നടത്തിയായിരുന്നു. സാഹിത്യ അക്കാദമി പോയി പഠിച്ചു ഒരു വില മുഴുവനും. പക്ഷേ സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടി. അപ്പോൾ എന്താ സ്റ്റാറ്റസ് ലോ ചെയ്യുമ്പോൾ തന്നെ ദൈവത്തിന് ഒരു പ്രഖ്യാപിത അജണ്ട ഉണ്ടാവും. നീ വർക്ക് എല്ലാം തീർന്നെന്നൊക്കെ വിചാരിക്കും. എൻ്റെ തെദേവ് എന്നും പറഞ്ഞ് എൻ്റെ ജീവിതത്തിൽ ഇതെല്ലാം എഴുതിയിട്ടുണ്ട് ഞാൻ, കടന്നു വന്ന വഴികൾ. അപ്പം നീ ആൾക്കാർ ഉടമ്പടി ദൈവം തന്നപ്പോഴല്ലേ ലോകം മുഴുവൻ അറിയാൻ തുടങ്ങി. അങ്ങനെയല്ല, അതൊക്കെ മുമ്പ് ദൈവത്തെ അറിയാമായിരുന്ന ഒരു ജോസഫ് ഉണ്ടായിരുന്നു. അതാണ് സംഭവം. നിങ്ങളിപ്പോൾ ഈ ഉടമ്പടി കൊണ്ടാണ് ചില ആൾക്കാരൊക്കെ എന്നെ നല്ലവണ്ണം ധരിക്കുകയോ തെറ്റിദ്ധരിക്കുകയൊക്കെ ചെയ്യണത്. പക്ഷെ അത് കർത്താവിൻ്റെ അവസാനത്തെ ഒരു ഇൻ്റർവെൻഷൻ മാത്രമാണ്. ഉടമ്പടി എനിക്ക് മുമ്പൊരു ജീവിതമുണ്ട്. 2001 കൃപാസനത്തിൽ ഇവിടെ വന്ന് കലവൂര് മിഷൻ തുടങ്ങണം. അതൊക്കെ 10 കൊല്ലം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ കടലിലായിരുന്നു കൺവെൻഷൻ നടത്തിക്കൊണ്ടിരുന്നത് 10 കൊല്ലം. അപ്പം അത് എനിക്ക് ചുമയും പനിയും വർഷങ്ങളോളം മാസങ്ങളോളം ആശുപത്രി കിടപ്പൊക്കെ ആയിരുന്നു എനിക്ക് കിട്ടിയത്. ഇടവേള ജോലി നടക്കണം, അതും നടക്കണം, എല്ലാ സ്ഥലങ്ങളിലും പോയി മധ്യസ്ഥ പ്രാർത്ഥന നടത്തണം. ദൈവത്തിന് വേണ്ടി മാത്രം ചെയ്ത ജീവിതമായിരുന്നു അത് തീർന്ന് സുവിശേഷ പ്രഘോഷണം 2000 കൊണ്ട് തീർന്ന് 2001 വന്ന് ഇവിടെ ജൂലൈ 6 ഇവിടെ കലവൂർ വന്നിട്ട് അന്ന് റീത്ത പുണ്യാളത്തെ ഇവിടെ ഉണ്ടായിരുന്നത് കൊച്ചു കുരിശുപേര ഫ്രാൻസിസ് ബ്രദറിൻ്റെ. അപ്പം ഞാൻ പ്രശാന്ത് അച്ഛനെ വിളിച്ച് IMS എനിക്ക് പെരുന്നാളും തുടങ്ങി തരാമെന്ന് പറഞ്ഞ് റീത്ത പുണ്യാളത്തിൻ്റെ. അദ്ദേഹം പെരുന്നാൾ തുടങ്ങാൻ വേണ്ടി കൊടി കയറ്റാൻ വേണ്ടി അന്ന് ഒന്നുമില്ല കൃപാസനത്തിൽ, കുറച്ച് പുല്ലും പിടിച്ച് കിടക്കുന്ന ഒരു പറമ്പ് മാത്രമുണ്ട്, ഒരു പഴയ കുരിശടിയുണ്ട് ചെറിയ. അങ്ങനെ റീത്ത പുണ്യാളത്തെ പടം ഇപ്പോഴും നമ്മുടെ കൃപാസനം അവിടെ കാണാം സൈഡിൽ. പ്രശാന്ത് അച്ഛൻ അന്ന് ജൂലൈ 6 കൊടി കയറ്റി.
കൊടി കയറ്റി വെച്ച് കൊടി ഇങ്ങനെ കയറിപ്പോയി. താഴെ സച്ചിൻ താഴെ മേലോട്ട് പോയിട്ടും കൊടി നോക്കിയിട്ട് താഴേക്ക് എന്നെ നോക്കിയിട്ട് പറഞ്ഞു 15 കൊല്ലം കഴിയുമ്പോൾ ഇത് ഫേസ് ലിഫ്റ്റ് ആകുമെന്ന് പറഞ്ഞു. 15 കൊല്ലം ദർശനമാണത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ വഴികളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഞാനത് സീരിയസ് ആയിട്ട് എടുത്തു, മറക്കാതെ എടുത്തു. ആ കറക്റ്റ് 15-ാം കൊല്ലമാണ് നമുക്ക് ഉടമ്പടി മാതാവിന് പ്രത്യക്ഷീകരണം നമ്മൾ പരസ്യമായിട്ട് ആൾക്കാരെ പ്രതിഷ്ഠിക്കുന്നത്. അപ്പോഴാണ് ഉടമ്പടി കിട്ടണത് നമുക്ക്. അത് പറഞ്ഞ കറക്റ്റാണിത്. അതായത് നമ്മൾ ഇന്നും ദൈവം എല്ലാവരിലൂടെയും സംസാരിക്കുന്ന ഒരു കാലമാണിത്. നിർഭാഗ്യവശാൽ ഔദ്യോഗികമായ സഭയ്ക്ക് ചിലർക്കെങ്കിലും ഇതിനെക്കുറിച്ച് സംശയങ്ങളൊക്കെ ഉണ്ട്. സഭയിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. കാരണം അൽമേനികളുടെ ശാക്തീകരണം ഒരു ഭയങ്കരമാണ്. കാര്യം അന്ന് ഞങ്ങൾക്ക് സ്റ്റിരിഗ്മ എന്ന് പറഞ്ഞ ധ്യാനം ഉണ്ടായിരുന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞു, നമ്മൾ വന്ന വഴികളിലൂടെ എങ്ങനെയാണ് ദൈവം സഞ്ചരിച്ച് നമ്മളെ കൈപിടിച്ച് നടത്തിയെന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊക്കെ ഒരു ബോധ്യം കിട്ടും. എന്താ കാര്യം? അന്ന് സ്റ്റിരിഗ്മ അത് കടലോര കൺവെൻഷൻ കഴിഞ്ഞ് കടലോര തിരുവനന്തപുരം ജൈത്രയാത്ര കഴിഞ്ഞപ്പോഴാണ് കർത്താവ് എനിക്ക് അഖണ്ഡ ജപമാല നടത്താൻ തന്നു. അഖണ്ഡ ജപമാല കഴിഞ്ഞപ്പോൾ ആ അഖണ്ഡ ജപമാല വളർന്നാണ് ഇന്ന് 3 ലക്ഷം പേര് പങ്കെടുക്കുന്ന അഖണ്ഡ ജപമാല റാലിയായിട്ട് വളർന്നത്. ഇപ്പം ഈ 25-ാം തീയതി ഒക്ടോബർ 25-ാം തീയതി നമുക്ക് റാലിയല്ലേ? ആരും മറന്നു പോരുതേ, വന്നേക്കണേ. രാവിലെ 6 മണിക്ക് തുടങ്ങേ. പ്രത്യേകിച്ച് ലോകസമാധാനത്തിന് വേണ്ടിയാണ്. മാർപ്പാപ്പ പറഞ്ഞ കേട്ടില്ലേ, കയ്യിൽ നിന്ന് വിട്ടുപോയിരിക്കുകയാണ് ആൾക്കാരുടെ കയ്യിൽ നിന്ന്, സമാധാനം വിട്ടുപോയിരിക്കുക. ഈ യുവനവരൊക്കെ കണ്ടില്ലേ? അപ്പോൾ ഇനി ദൈവം തന്നെ നേരിട്ട് ഇറങ്ങിയാലേ സമാധാനം ഉണ്ടാകത്തു ലോകത്തിന്. അല്ലെങ്കിൽ അങ്ങോട്ടും അനുഭവം പെറിഞ്ഞ് യുവന്മാർ നശിപ്പിക്കുകയും ചെയ്യും. പക്ഷെ ആ റാലി എന്തുകൊണ്ട് നമ്മളെ ഏൽപ്പിച്ചത് എന്താ? ഈ 3 ലക്ഷം പേരുടെ റാലി എന്തുകൊണ്ടാണ് കൃപാസനത്തെ ഏൽപ്പിച്ചത്? അത് ഓൾറെഡി അതൊരു പ്രോഗ്രാമല്ല. കൃപാസനത്തിന് കർത്താവിനെ അറിഞ്ഞവരെ ആഴപ്പെടുത്താൻ വേണ്ടി 2001 തുടങ്ങിയതാണ് അഖണ്ഡ ജപമാല എന്ന് പറയുന്ന സംഭവം. ഞാൻ പറയുന്നത്, നമ്മൾ ദൈവത്തിൻ്റെ വഴികളിലൂടെ സഞ്ചരിക്കുക. കോടിക്കണക്കിന് ജപമാലയാണ് ലോകത്തിൻ്റെ മനസ്സാന്തത്തിന് വേണ്ടിയും കർത്താവിനെ അറിയാൻ വേണ്ടി അറിഞ്ഞവരെ ആഴപ്പെടുത്താൻ വേണ്ടി ചൊല്ലി ഇതിൻ്റെ അടിത്തറ കിടക്കണത്. അതുകൊണ്ടാണ് കൃപാസനത്തെ ചവിട്ടുമ്പോഴത്തേ നിങ്ങൾക്ക് അനുഗ്രഹം ഉണ്ടാക്കേണ്ട കാരണം അതാണ് ശരിക്കും. അപ്പം അന്ന് ഞങ്ങൾക്കുണ്ടായിരുന്ന സിരിഗ്മ ധ്യാനമാണ്. കെരിഗ്മയല്ല, അത് കേസ്റ്റഡ് ധ്യാനമാണ്. കെരിഗ്മ പണ്ടുണ്ടായിരുന്നത്. ഞങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത് സ്റ്റെരിഗ്മയാണ്. സ്ഥിരീകരണ ധ്യാനം. വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടിയുള്ള ഒരു പ്രത്യേക വിശ്വാസ പരിശീലന ധ്യാനമാണത്. അപ്പം അതിന് അന്ത്യത്താഴമൊക്കെ ഉണ്ടായിരുന്നു. അതിനകത്ത് എല്ലാവരും താഴെ ഇരുന്നുകൊണ്ട് കർത്താവിനെ പോലെ വറുത്ത മീനും ബണ്ണൊക്കെ വെച്ച് കുർബാനയല്ലേ ഇടാ, പക്ഷേ അതിൻ്റെ ഓർമ്മ ആചരിച്ചുകൊണ്ട് സ്നേഹക്കൂട്ടായ്മയൊക്കെ ഉണ്ടായിരുന്നത്. അത് വലിയ അഭിഷേകത്തിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലൈറ്റെല്ലാം ഓഫ് ചെയ്ത് തിരിയെല്ലാം കത്തിച്ച് പ്രാർത്ഥനയിൽ ചെയ്യുന്ന സമയത്ത് അപ്പോൾ TR പീറ്റർ എന്ന് പറഞ്ഞൊരു സഹോദരൻ ഈ അന്ത്യത്താഴം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പറഞ്ഞു, ഇപ്പോഴും അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടേ, പറഞ്ഞു, കുറേ പ്രാക്കൾ വരുന്നു, കുറേ പ്രാവുകൾ പറന്നു വരുന്നു, കുറേ കൊന്തകൾ കൊത്തിക്കൊണ്ട് ലോകത്തെല്ലായിടത്തും പോകണമെന്ന്. അപ്പം ഞാൻ പ്രൈസ്തലോടെ ഞങ്ങൾ കിടന്ന് കാര്യം എനിക്കത് മെസ്സേജാണ് മനസ്സിലായിരുന്നു. പക്ഷേ ഇപ്പം നമ്മൾ നോക്കുമ്പോൾ എന്താണ്, അമേരിക്ക, ചിക്കാഗോ, അയർലൻഡ്, റോം, ഫ്രാൻസ് എല്ലായിടത്തും അഖണ്ഡ ജപമാല റാലി നടക്കുകയാണ്. അന്നത്തെ ദർശനമാണ് TR പീറ്ററിൻ്റെ. അദ്ദേഹം വലിയ ആധ്യാത്മികവാദിയൊന്നുമല്ല, പക്ഷേ ആ ഒരു അഭിഷേകത്തിൻ്റെ ടൈമിൽ ദൈവം അദ്ദേഹത്തിന് കഴിവ് കൊടുത്തതാണ്. ഈ സ്റ്റെരിഗ്മ ധ്യാനം തീർന്നപ്പോൾ സാജൻ ബ്രദർ ഉണ്ടായിരുന്നു എൻ്റെ കണ്ടക്കിടയിൽ. ഇന്ന് അദ്ദേഹം ഓൾ ഇന്ത്യ ഈ പ്രൊക്ലമേഷൻ മിനിസ്ട്രിയുടെ വലിയൊരു മിനിസ്റ്ററാണ് ഷാജൻ ബ്രദർ. അപ്പോൾ ഷാജൻ ബ്രദർ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അന്ന്. അപ്പോൾ ഷാജൻ ബ്രദർ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, സ്റ്റെരിഗ്മ ധ്യാനം കഴിഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പ്രാർത്ഥിക്കുന്ന സമയത്ത് ബൈബിൾ തുറന്നപ്പോൾ കർത്താവ് ഒരു വചനം കൊടുത്തു. എന്ത് വചനമാണെന്ന് അറിയാമോ? അതായത് ഹഗ്ഗായി 2:9. ഈ ആലയത്തിന്റെ പൂർവമഹത്വത്തെക്കാൾ ഉന്നതമായിരിക്കും വരാൻ പോകുന്ന മഹത്വം. അയ്യോ, എന്നിട്ട് ഷാജൻ ബ്രദർ എന്നോട് പറഞ്ഞു, എനിക്ക് അച്ഛാ മെസ്സേജ് കിട്ടിയടാ എന്ന് പറഞ്ഞ്. ഷാജൻ അറക്കൽ ഞങ്ങൾക്കറിയാം, ഷാലോമിലൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഷാജൻ അറക്കൽ എൻ്റെ കൂടെ ആയിരുന്നു ആദ്യം. അപ്പോൾ അദ്ദേഹത്തിന് കൊടുത്ത മെസ്സേജാണ് ശരിക്കും ധ്യാനം കഴിഞ്ഞപ്പോൾ ഈ ആലയത്തിൻ്റെ. അപ്പോൾ ഈ ആലയത്തിൽ പറഞ്ഞ കൃപാസനം എന്താണെന്നറിയാമോ?
നീന്തിക്കയറണം ഇവിടെ. പിന്നെ ഒരു ഈ ചെമ്മീൻ ഷെഡ് പോലെ ഷെഡ് ഉണ്ടായിരുന്നു, അതിനകത്ത് കുറേ മെറ്റൽ കിടപ്പുണ്ടായിരുന്നു. ആ മെറ്റലിൽ ആണ് ഇവിടെ നീന്തിക്കയറിയാണ് ഞങ്ങൾ അവിടെ ഷാജൻ ബ്രദർ വലിയൊരു ബാനർ, ഈ തന്ന വചനം ഒരു വലിയ ബാനറിൽ കെട്ടും. എന്താണ്? ഈ ആലയത്തിൻ്റെ പൂർവ്വമഹത്വത്തെക്കാൾ വലുതായിരിക്കും വരാൻ പോകുന്ന മഹത്വം എന്ന് എഴുതിയിട്ട് ഈ ബാനർ ആ ഷെഡിൽ മുഴുവൻ ഇങ്ങനെ കെട്ടിത്തൂക്കി വെക്കും. അപ്പോൾ അത് ഒരു കൊല്ലം ഉണ്ടായിരുന്നു അവിടെ. പക്ഷേ ഞാൻ ആ കർത്താവിൻ്റെ പ്രവചനത്തിൽ ഞാൻ വിശ്വസിച്ചു. ഇന്ന് നമ്മൾ നോക്കുമ്പോൾ എന്താ കാണുന്നത്? ശരിയല്ലേ? അന്നത്തെ കൃപാസം ഇന്നത്തെ കൃപാസം എന്ന് പറയുമ്പോൾ എന്താ? ഈ ആലയത്തിൻ്റെ പൂർവ്വമഹത്വത്തെക്കാൾ വലുതായിരിക്കും വരാൻ പോകുന്ന മഹത്വം. അത് തന്നെയല്ല വിജയകുമാറിലൂടെയും പറഞ്ഞത്. ഞങ്ങൾ കെട്ടിപ്പൂട്ടി ഇറങ്ങുമ്പോഴാണല്ല 2010 പറയണത്. എന്താ പറയണത്? എഗ്രിമെൻ്റ് എന്ന് അമ്മ പറയണമെന്ന് പറയും. അൽമേനികളിലൂടെ ദൈവം വെളിപ്പെടുത്തിയ ദർശനങ്ങളിലൂടെയാണ് കൃപാസനം വളർന്നു വന്നത്. ഇന്ന് ദർശനം എന്നൊക്കെ പറയുമ്പോൾ ചില ആൾക്കാർ അതിനെക്കുറിച്ചൊരു വിവരം ഇല്ലാത്തവരിങ്ങനെ ആക്ഷേപിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് സഹതാപം തോന്നും. എന്ത് സഹതാപം തോന്നും? എന്ത് ചെയ്യാൻ? അവർക്ക് ദൈവാനുഗ്രഹം കൊടുത്തില്ല. പക്ഷെ നമ്മൾ ഓർക്കണം, അതായത് സൂക്ഷ്മ കാര്യങ്ങൾ പോലും ഞാൻ വിശ്വസിക്കുമായിരുന്നു. കാര്യം അത് വിശ്വസിക്കുമ്പോൾ നമുക്ക് അഭിഷേകം കിട്ടിയാൽ നമുക്കത് കർത്താവിന് സംസാരിക്കണമെന്ന് മനസ്സിലാകും. ആ അഭിഷേകം കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഓപ്പണിനൊക്കെ താക്കോലില്ലെങ്കിൽ നമ്മളതിനെ അവർക്ക് ആക്ഷേപിക്കും. നമ്മൾ അതൊക്കെ എളിമയുടെ കുഴപ്പമാണ്. അത് ശരിക്കും ഇത് എളിമപ്പെട്ടാൽ മതി. മറ്റുള്ളവരിലൂടെയും കർത്താവ് പ്രവർത്തിക്കും എന്നുള്ളത് മനസ്സിലാകണം എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി നമ്മുടെ സ്റ്റാറ്റസ് ലോ ചെയ്യണം. വേറെ പ്രശ്നമൊന്നുമില്ല. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് ഒക്ടോബർ 9, 2022 അപ്പോൾ അതിന് മുമ്പ് എനിക്ക് ലഭിച്ച അനുഗ്രഹം എന്ന് പറയാനായിട്ട്, ഞാൻ 12th പഠിക്കുന്ന സമയത്ത് പൊതുവേ എനിക്ക് എക്സാംസൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോഴേക്കും ഭയങ്കര ഒരു പേടിയാണ്. അറ്റംപ്റ്റ് ചെയ്യാൻ പോകുമ്പോഴേക്കും പേടി കൊണ്ടിട്ട് ഞാൻ എക്സാംസൊക്കെ എല്ലാം ലേറ്റായിട്ട് എഴുതും, അല്ലെങ്കിൽ പഠിച്ച കാര്യങ്ങൾ മറക്കും. ഇങ്ങനത്തെയൊക്കെ ഓരോ പ്രശ്നങ്ങൾ എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ 12th ബോർഡ് എക്സാം എഴുതാൻ വേണ്ടി പോണത്. അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ കൃപാസനത്തിൽ വന്ന് അച്ഛൻ്റെ ആ ടൈമിൽ ജോസഫ് അച്ഛൻ്റെ ഒരു ധ്യാനം ഉണ്ടായിരുന്നു 2ാം ശനിയാഴ്ച കുട്ടികൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ആ ധ്യാനത്തിൽ ഞാൻ വന്ന് പങ്കെടുക്കുകയും ചെയ്തു. പിന്നെ അപ്പോൾ എൻ്റെ ഡാഡി ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ വന്ന് പ്രാർത്ഥിച്ചു. എക്സാംസിനൊക്കെ ഞാൻ അറ്റംപ്റ്റ് ചെയ്യാൻ വേണ്ടി പോയപ്പോഴേക്കും എൻ്റെ കയ്യിൽ കാശ് രൂപം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വെന്തിഞ്ഞയിൽ കാശ് രൂപം ഇട്ടിട്ടാണ് ഞാൻ പോയത്. അപ്പോൾ അതെനിക്കൊരു ധൈര്യമായിരുന്നു. കാരണം എക്സാംസ് അറ്റൻഡ് ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കണമെന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും എനിക്ക് ഈ എക്സാംസ് ഒന്ന് എഴുതി തീർക്കാൻ പറ്റണേ മാതാവേന്നായിരുന്നു. കാരണം ഈ ടൈം പോകുന്നതനുസരിച്ച് എനിക്ക് ടെൻഷൻ കൂടുമായിരുന്നു. അപ്പോൾ അങ്ങനത്തെയൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നപ്പോഴേക്കും ഞാൻ ഉടമ്പടി കാശുരൂപം പിടിച്ചിട്ടായിരുന്നു എഴുതിക്കൊണ്ടിരുന്നേച്ചാൽ. പക്ഷേ എനിക്കതെന്തോ ഒരു നല്ലൊരു ധൈര്യം എനിക്ക് പകർന്നു. എനിക്ക് പെട്ടെന്ന് എനിക്ക് പഠിച്ച കാര്യങ്ങളൊക്കെ എല്ലാം എഴുതി തീർക്കാൻ പറ്റി. എന്തോ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം എനിക്ക് കിട്ടിയത്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. ഇതുവരെ അക്കൗണ്ടൻസിക്ക് ആ ടൈമിൽ ഞാൻ ക്ലാസ്സിൽ ഇതുവരെ പാസ്സാവാത്ത എനിക്ക് 94% അക്കൗണ്ടൻസി പാസ്സാവാൻ പറ്റി. പിന്നെ അതുകൂടാതെ എല്ലാ കോഴ്സിനും എനിക്ക് എല്ലാ സബ്ജക്ട്സിനും അത്യാവശ്യം നല്ല മാർക്ക് കിട്ടി. 83% എനിക്ക് 12th പാസ്സാവാൻ പറ്റി. അത് കഴിഞ്ഞ് ഞാൻ ഉടമ്പടി, അത് അപ്പോൾ ഉടമ്പടിക്ക് മുമ്പുള്ള അനുഭവമാണ്. ഉടമ്പടി എടുത്തത് ഞാൻ ഒക്ടോബർ 9, 2022. അത് ഞാൻ IELTS അറ്റംപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ആദ്യം ഞാൻ IELTS അറ്റംപ്റ്റ് ചെയ്തു. ഞാനപ്പോൾ CBSE പഠിച്ചത്. അപ്പോൾ എനിക്കൊരു ഇതുണ്ടായിരുന്നു, IELTS എന്നൊക്കെ പറയുന്നത് ജസ്റ്റ് ഒന്ന് എനിക്കൊക്കെ 12th ഉണ്ടായ കോഴ്സൊക്കെ പോലെ എന്തെങ്കിലും ചെറുതായിട്ട് ചെയ്യാനൊക്കെ ആയിരിക്കും, വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഒന്ന് അറ്റംപ്റ്റ് ചെയ്ത് നോക്കാം എന്നുള്ള ഇതിൽ ഞാൻ പോയി അറ്റംപ്റ്റ് ചെയ്ത് നോക്കി. അപ്പോൾ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ഞാനത് ഫെയിലായി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് കുറച്ച് പാടുള്ള കാര്യമാണ്. അപ്പോൾ എന്തായാലും വന്ന് ഉടമ്പടി എടുക്കണം. അങ്ങനെ ഞാൻ ഒക്ടോബറിൽ വന്ന് ഉടമ്പടി എടുത്ത് ഞാൻ പ്രാർത്ഥിച്ച് ഞാൻ ടെസ്റ്റ് ഡേറ്റ് എടുത്തായിരുന്നു. അപ്പോഴേക്കും നോർമൽ ആദ്യത്തെ ഉടമ്പടിയാണല്ലോ. അപ്പോൾ ഞാൻ എല്ലാ കാര്യങ്ങളും കുഴപ്പമില്ലാണ്ടൊക്കെ ചെയ്തു പോയി. ആ ടൈമിലായിരുന്നു എക്സാംസ് വന്നു, അറ്റംപ്റ്റ് ചെയ്തു. ആദ്യത്തെ ഇൻവിജിലേറ്റേഴ്സ് തന്നെയായിരുന്നു സ്പീക്കിംഗ് ചെയ്ത് ഇൻവിജിലേറ്റ് ചെയ്ത് അവർ തന്നെയായിരുന്നു എനിക്ക് സെക്കൻഡ് ടൈമിലും. അപ്പോൾ എനിക്ക് കുറച്ച് കോൺഫിഡൻ്റ് ഉണ്ടായിരുന്നു.
പിന്നെ അറ്റംപ്റ്റ് ചെയ്തു. അച്ഛൻ്റെ അടുത്ത് നിന്ന് വന്ന് ബ്ലെസ്സിങ്സ് വാങ്ങിച്ചു. തലേ ദിവസം തന്നെ വന്ന് ബ്ലെസ്സിങ് വാങ്ങിച്ചു. അപ്പോൾ അച്ഛൻ്റെ അടുത്ത് വന്നിരുന്നപ്പോൾ അച്ഛനൊന്നും പറഞ്ഞില്ല, പക്ഷെ ഞാൻ വന്നിരുന്നപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര കരച്ചിലും ഭയങ്കര ഒരു പ്രയാസം മനസ്സിൽ. അപ്പം ഞാൻ വിചാരിച്ചു അതൊരു അനുഭവമായിരിക്കും, എനിക്ക് എന്തായാലും ഈ പ്രാവശ്യം കിട്ടും എന്നുള്ള കോൺഫിഡൻസിൽ ഞാൻ പോയി എഴുതി. ഇതേപോലെ എനിക്ക് റീഡിങ് നല്ല പാടായിരുന്നു. ആദ്യത്തെ അറ്റംപ്റ്റിലും റീഡിങ് തന്നെ പാടായിരുന്നു. ബാക്കിയെല്ലാം മര്യാദക്ക് നോക്കാഞ്ഞുകൊണ്ട് അത് ആദ്യത്തെ അറ്റംപ്റ്റിൽ പോയി. രണ്ടാമത്തെ അറ്റംപ്റ്റിലും ഞാൻ പഠിച്ചു, പക്ഷേ റീഡിങ് എനിക്ക് പാടായതുകൊണ്ട് ഞാൻ എക്സാംസ് അറ്റംപ്റ്റ് ചെയ്തു. പക്ഷെ അതും എനിക്ക് റീഡിങ്ങിൽ പോയി, ഞാനത് ഫെയിലായി. അപ്പോൾ അച്ഛൻ്റെ ഒരു ധ്യാനം ഞാൻ കേട്ടായിരുന്നു, ഇങ്ങനെ പറയുന്നത് ഈ ചവിട്ട് നാടകം കളിക്കുന്ന ആൾക്കാർ ആദ്യം ഇങ്ങനെ ചവിട്ടി നോക്കും സ്റ്റേജ് ഉറപ്പുണ്ടോ എന്ന്. അപ്പോൾ മാതാവിൻ്റെ നിന്ന് ഓരോ നമുക്ക് ഇങ്ങനെ ഓരോ ഇത് വരും, ലൈക്ക് നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്യും നമുക്ക് അത്രയും സ്ട്രോങ് ആണോ നമ്മളുടെ വിശ്വാസം എന്ന്. പക്ഷെ ഞാൻ എപ്പോഴും ഇത്രയും നാൾക്ക്, എനിക്കിപ്പോൾ 24 വയസ്സായി, ഞാൻ ഇത്രയും നാളും ഞാൻ മാതാവിനെയോ ഈശോനെയോ ഞാൻ കുറ്റം പറഞ്ഞിട്ടില്ല ഒരു കാര്യത്തിലും. ലൈക്ക് എനിക്കെന്ത് കിട്ടിയില്ലെങ്കിലും ഞാനത് നല്ലതിനായിരിക്കും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അങ്ങനെ മൂന്നാമത്തെ ഞാൻ ആ ഒരു വിശ്വാസത്തിൽ ഞാൻ മൂന്നാമത്തെ ടെസ്റ്റ് ഡേറ്റ് എടുത്തു കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ നല്ല വിശ്വാസത്തിൽ ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് ടെസ്റ്റ് ഡേറ്റ് എടുത്തത്. അപ്പോഴേക്കും ഞാൻ പ്രാർത്ഥിക്കാനൊക്കെ കൂടുതൽ നേരം പ്രാർത്ഥിക്കാനും 12 മണി സമയത്ത് അഖണ്ഡ ജപമാലയും വെളുപ്പിന് 3 മണിക്ക് കുരിശിൻ്റെ വഴി ചെല്ലുകയും അങ്ങനെയൊക്കെ ഞാൻ ഇതിനു വേണ്ടി മാത്രം ഞാൻ സമയം കണ്ടെത്താൻ തുടങ്ങി. ആ സമയത്ത് പ്രേക്ഷിത വേല എന്ന് പറയുമ്പോഴേക്കും ഓർഫനേജിലൊക്കെ ഫുഡൊക്കെ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ പള്ളിയിൽ പേപ്പർ കൊടുത്തായിരുന്നു, അങ്ങനെയൊക്കെ ചെയ്തായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ എക്സാമിന് അറ്റംപ്റ്റ് ചെയ്ത് തേർഡ് അറ്റംപ്റ്റിൻ്റെ സമയത്ത് സ്പീക്കിംഗ് ടെസ്റ്റ് ഡേറ്റിൻ്റെ സമയത്ത് എനിക്ക് രാവിലെ വെളുപ്പിനായപ്പോഴേക്കും എനിക്ക് ഭയങ്കര ഒരു പനി, മേലൊക്കെ വിറവൽ പോലെ, എന്നിട്ട് എനിക്ക് ഭയങ്കര ചുമയും ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, നല്ല ഹൈ ഫീവറായിരുന്നു. അപ്പം ഞാനിങ്ങനെ വിചാരിച്ചു അയ്യോ എനിക്ക് ഇന്ന് ടെസ്റ്റ് ഡേറ്റ് മാറ്റിയെടുക്കണം, അതിന് 2000 രൂപ 4000 രൂപ അഡീഷണൽ കൊടുക്കേണ്ടി വരും. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഇല്ല, എനിക്ക് മാതാവ് ചിലപ്പോൾ ഇതും എന്നെ ഒന്ന് ടെസ്റ്റ് ചെയ്യണമായിരിക്കും. ഞാനപ്പോൾ ഓയിൽ എടുത്ത് തൊണ്ടയിൽ പരട്ടി ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചായിരുന്നു, സ്പീക്കിംഗ് കഴിയണവരെങ്കിലും എനിക്ക് പ്രശ്നമൊന്നും ഉണ്ടാവല്ലേ, കാരണം അല്ലെങ്കിൽ അത് അവരൊരു ഡീമെറിറ്റായിട്ട് കൺസിഡർ ചെയ്യുമോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചായിരുന്നു. അപ്പോൾ ഈ മൂന്നാമത്തെ ടെസ്റ്റ് എടുക്കുന്നതിന് മുമ്പ് എനിക്ക് 2 പ്രാവശ്യം വന്ന ഒരു വചനം എന്ന് പറഞ്ഞാൽ ഞാൻ നിന്നെ കൂടെ വരികയും നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യും എന്നാണ് പറഞ്ഞത്. അപ്പോൾ എനിക്ക് ആ ഒരു വചനം കിട്ടി. എൻ്റെ അനിയത്തി ഇതെടുത്തപ്പോഴേക്കും വെറുതെ അവൾ എടുത്തതാ, അപ്പോൾ എൻ്റെ കാര്യം പ്രാർത്ഥിച്ചിട്ട് എടുത്തതാണ്. അപ്പോൾ അവൾക്ക് ഇത് കിട്ടി, പക്ഷെ ഞാനിത് ആരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എനിക്ക് ഈ വചനം കിട്ടിയെന്ന്. എനിക്കൊരു റിസൾട്ട് കിട്ടിയിട്ട് പറഞ്ഞാൽ മതിയല്ലോ. അങ്ങനെ ഞാൻ ടെസ്റ്റ് അറ്റംപ്റ്റ് ചെയ്യാൻ പോയി. എനിക്ക് നല്ല രീതിക്ക് മൂന്നാമത്തെ അറ്റംപ്റ്റിലും സെയിം ഇൻവിജിലേറ്റർ തന്നെയായിരുന്നു. അപ്പോൾ എനിക്ക് കുറച്ചും കൂടി കോൺഫിഡൻറ്റോടെ ചെയ്യാൻ പറ്റി. പിന്നെ റൈറ്റിംഗ് ലിസണിങ് എന്ന് പറയുമ്പോഴേക്കും റൈറ്റിംഗ് എനിക്ക് പറ്റും, പക്ഷേ ആ ടൈമിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യലാണ് എൻ്റെ ഏറ്റവും വലിയ ടാസ്ക്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഞാൻ എപ്പോഴും മാതാവിനോട് ഈശോയോടും പ്രാർത്ഥിക്കുമായിരുന്നു, എൻ്റെ ഈശോയും അമ്മ മാതാവ് എൻ്റെ കൂടെ വരണം ആ എക്സാം ഹോളിൽ. ഈശോയുടെ മാതാവിൻ്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ആ റൈറ്റിംഗ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ അവിടെ കയറുന്നുണ്ടെങ്കിൽ ഈശോ എൻ്റെ അമ്മാതാവ് ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ കയറുള്ളൂ എന്നുള്ളൊരു മനസ്സിലൊരു ഉറച്ചൊരു തീരുമാനം എടുത്തിട്ടാണ് ഞാൻ പോയത്. ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യായിരുന്നു, വിശ്വാസ പ്രമാണം ചൊല്ലി. ഞാനപ്പോൾ എൻ്റെ റൈറ്റ് ഹാൻഡ് വെച്ച് എഴുതിയത് കൊണ്ടിട്ട് മോതിരത്തിൽ ഞാൻ കാശ് രൂപം കെട്ടി വെച്ചിട്ടാണ് ഞാൻ എഴുതാറ്. കാരണം എന്ന് വെച്ചാൽ അപ്പോൾ എനിക്കൊരു സ്പീഡ് കിട്ടുമല്ലോ എന്നുള്ളൊരു വിശ്വാസത്തിൽ അങ്ങനെ ഞാൻ എക്സാമൊക്കെ അറ്റംപ്റ്റ് ചെയ്ത്. പക്ഷേ എക്സാമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഹോളിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എനിക്കെന്തോ ഒരു കോൺഫിഡൻ്റ് ആയിരുന്നു, ലൈക്ക് ഒരു കോൺഫിഡൻസ് കിട്ടി, എനിക്ക് എക്സാം ഞാൻ പാസ്സാവും, എന്തോ ഒരു പ്രസൻസ് എനിക്ക് അനുഭവപ്പെട്ടു. പിന്നെ റീഡിംഗ് ഒക്കെ ഞാൻ എവിടേക്കോ നോക്കിയ ഒരു ഭാഗമൊക്കെയാണ് എനിക്ക് കിട്ടിയേക്കണം. അപ്പോൾ അങ്ങനെ ഞാൻ എക്സാം അറ്റൻഡ് ചെയ്തു. പിന്നെ 2 ആഴ്ച കഴിഞ്ഞിട്ട് റിസൾട്ട് വരണം. ഈ 2 ആഴ്ച ഞാൻ തുടർച്ചയായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. 12 മണിക്ക് അഖണ്ഡ ജപമാല, കുരിശിൻ്റെ വഴി അങ്ങനെയൊക്കെ ചെല്ലുമായിരുന്നു. പിന്നെ ഞാൻ ഫോൺ കംപ്ലീറ്റ്ലി മാറ്റി വെച്ചായിരുന്നു ആ 2 ആഴ്ച. കാരണം ഞാൻ എന്തെങ്കിലും ഒരു ത്യാഗപ്രവൃത്തി എൻ്റെ ഭാഗത്ത് നിന്ന് ചെയ്യണമല്ലോ. അപ്പോൾ ഞാൻ സോഷ്യൽ മീഡിയ ഒന്നും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ആ സമയത്ത്. ഭയങ്കര അത്യാവശ്യം വരുമ്പോൾ മാത്രമേ ഞാൻ എടുക്കുകയുള്ളായിരുന്നു. ആ സമയത്ത് ഞാൻ ധ്യാനം കേൾക്കുമായിരുന്നു, അച്ഛൻ്റെ പിന്നെ സാക്ഷ്യങ്ങൾ കേൾക്കുമായിരുന്നു. അത് കഴിഞ്ഞ് റിസൾട്ട് വന്ന എൻ്റെ തലേ ദിവസം ഒരു സാക്ഷ്യത്തിൽ പറയണ്ടായിരുന്നു. ആ ഒരു ചേച്ചി മോളുടെ എക്സാമിന് വേണ്ടിയിട്ട് റിസൾട്ട് കിട്ടേണ്ട ടൈം എന്തോ ആ ടൈമിലായപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ബൈബിൾ വായിക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് ടെൻഷൻ കൊണ്ട് ഉറങ്ങാൻ പറ്റണില്ല. അപ്പോൾ ഞാൻ ബൈബിൾ വായിക്കണം എന്നുള്ള ഒരു എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ തലേ ദിവസം ഞാൻ കണ്ടിന്യൂസ് ബൈബിൾ വായിച്ച് വെളുപ്പിന് ഒരു 3 മണിയായപ്പോഴേക്കും ഞാൻ കുരിശിൻ്റെ വഴി എത്തിച്ച്. അത് കഴിഞ്ഞ് പിന്നെയും കണ്ടിന്യൂസ് ബൈബിൾ വായിച്ചു.
അത് കഴിഞ്ഞിട്ട് പിന്നെ ചെറുതായിട്ട് എനിക്ക് ഉറക്കം വന്നു, ഒരു 5 മണിയൊക്കെ ആയപ്പോഴേക്കും. അപ്പോഴേക്കും ഞാൻ പോയി. എന്നിട്ട് 5:30 തന്നെ ഞാൻ ഞെട്ടി എണീറ്റ്. കാരണം 5:30 പ്രഭാത പ്രാർത്ഥന ചെല്ലണമല്ലോ. അത് ചൊല്ലിക്കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് കിടന്ന് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഫോണിൽ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഒരു മെസ്സേജ് വന്നത്. പള്ളിയിൽ പോകേണ്ട ടൈമായിരുന്നു. പക്ഷേ എനിക്ക് പള്ളിയിൽ അന്ന് പോയത് ഞാൻ കറക്റ്റായിട്ട് ഓർക്കല്ല. പക്ഷേ അത് കഴിഞ്ഞിട്ട് ആദ്യത്തെ മെസ്സേജ് വന്നു. ഞാൻ നോക്കിയപ്പോൾ അതെന്തോ വോഡാഫോണിൻ്റെ മെസ്സേജ് ആയിരുന്നു. പിന്നെ ഞാൻ കിടന്നുറങ്ങിപ്പോയി, ലൈക്ക് ഡീപ്പ് സ്ലീപ്പായിപ്പോയി. അപ്പോൾ ഉറങ്ങുന്ന സമയത്ത് ഞാൻ ഒരു സ്വപ്നം കാണണേന് എനിക്കൊരു മെസ്സേജ് വന്നു. എന്നിട്ട് ആ മെസ്സേജ് എടുക്കുമ്പോഴേക്കും ഞാൻ കാണുന്നത് എൻ്റെ IELTS ടെസ്റ്റ് റിസൾട്ടാണ്. അത് 8776 ആണ് എൻ്റെ സ്കോർ വന്നേക്കണം. അപ്പോൾ ഞാൻ ഇത് വീട്ടിലൊക്കെ പറഞ്ഞ് സന്തോഷിക്കില്ല, ഇതാണ് എൻ്റെ സ്വപ്നം. അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഞാൻ ഞെട്ടി എണീറ്റു. അപ്പോൾ ഞെട്ടി എണീറ്റപ്പോൾ എൻ്റെ മമ്മി ഓടി വന്നിട്ട് ചോദിച്ചു എന്താ റിസൾട്ട് കിട്ടിയാന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല, അയ്യോ സ്വപ്നമായിരുന്നല്ലേ എന്ന് പറഞ്ഞു. മമ്മി പറഞ്ഞു എന്താ സ്വപ്നത്തിൽ കണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു അത് ഞാൻ പറയില്ല, റിസൾട്ട് വരട്ടെ എന്നിട്ട് ഞാൻ പറയാം എന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് കുറച്ചൊരു 5-10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് റിസൾട്ട് വന്നു. അപ്പോഴേക്കും ലൈക്ക് ഞാൻ സ്വപ്നത്തിൽ കണ്ട സെയിം റിസൾട്ട് 8776. അപ്പോൾ എനിക്കൊക്കെ ആകെ ഒരു രോമാഞ്ചം വന്ന പോലെയായിരുന്നു. ശരിക്കും മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് ഇത്രയും ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചിട്ട് എനിക്ക് ഇത്രയും അനുഗ്രഹങ്ങൾ മാതാവ് തന്നല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറേ നന്ദി പറഞ്ഞു. ആ ദിവസം തന്നെ ഞാൻ കൃപാസനത്തിൽ വന്ന് സാക്ഷ്യം പറയാൻ വേണ്ടി ഇവിടെ ചോദിച്ചു. പക്ഷേ എല്ലാ അനുഗ്രഹങ്ങളും കിട്ടിയിട്ടേ സാക്ഷ്യം പറയാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ് എനിക്ക് സൈൻ ചെയ്ത് തന്നു. അത് കഴിഞ്ഞ് എല്ലാ കാര്യങ്ങളും എളുപ്പമായിരുന്നു, ലോൺ പ്രോസസ്സിങ്ങും പിന്നെ ബാക്കിയല്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് കിട്ടും, IELTS കിട്ടാനാണല്ലോ എല്ലാവർക്കും പാട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പ്രാർത്ഥിക്കണുണ്ട്, പക്ഷേ അത്ര തീവ്രത കുറച്ച് കുറഞ്ഞു. അങ്ങനെ ഞാൻ വിസക്ക് അപ്ലൈ ചെയ്തു 2-3 മാസം കഴിഞ്ഞിട്ട്. എന്നിട്ട് എന്നേലും കഴിഞ്ഞ് അപ്ലൈ ചെയ്തവർക്ക് വരെ വിസ കിട്ടി. അപ്പം ഞാൻ ന്യൂസിലൻഡിലേക്കാണ് അപ്ലൈ ചെയ്തത്. അങ്ങനെ ആദ്യം അവർ അപ്ലൈ ചെയ്തപ്പോഴേക്കും ആദ്യം ആ മിഷേൽ ഫെഗൻ എന്നാണ് ഇമിഗ്രേഷൻ അഡ്വൈസറിൻ്റെ പേര്. അപ്പോൾ ആ സ്റ്റാഫ് എനിക്ക് തിരിച്ച് റിപ്ലൈ തന്നു, ലൈക്ക് ആ മെയിൽ തിരിച്ച് അയച്ചിട്ട് പറഞ്ഞു വേറെ കുറേ ഡോക്യുമെൻറ്റ്സ് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ അത് ഒരാഴ്ച കഴിഞ്ഞിട്ട് പിന്നെ അത് കഴിഞ്ഞ് ഒരാഴ്ച ഗ്യാപ്പിലാണ് ഇവർ ഈ റിപ്ലൈ തന്നുകൊണ്ടിരിക്കുന്നത്. ഒരെണ്ണം അയക്കും പിന്നെ റിപ്ലൈ തരും, ഒരെണ്ണം അയക്കും പിന്നെ അങ്ങനെ. അത് കഴിഞ്ഞിട്ട് 2ാമത്തെ പ്രാവശ്യം അയച്ചപ്പോഴേക്കും ഇവർ ഈ പറഞ്ഞ പോലെ CAയുടെ സൈൻ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഡാഡിയുടെ ബിസിനസ്സാണ് കൊടുത്തേക്കണത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും CAയുടെ വെരിഫിക്കേഷൻ വേണമെന്ന് പറഞ്ഞു. ന്യൂസിലൻഡിലെ പ്രോസസ്സിങ് കുറച്ച് പാടാണ്. അപ്പോൾ CA ഇവിടെ ആ ടേൺ ഓവർ അനുസരിച്ചൊരു CAയുടെ സൈൻ വേണ്ട. പക്ഷേ എന്നാലും ഇവർ ചോദിച്ചല്ലേന്ന് വിചാരിച്ച് CAനെ കിട്ടാണ്ട് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടെന്ന് വെച്ചാൽ അവിടുത്തെ സാറിൻ്റെ ഫ്രണ്ട് ഫ്രീ ആയിട്ട് CAയുടെ സൈൻ, പുള്ളി CA ആണ്, അപ്പോൾ CAയുടെ സൈൻ ചെയ്ത് തന്നു. അത് കഴിഞ്ഞ് ഞാൻ കൊടുത്തു. പിന്നെ എനിക്ക് മനസ്സിലായില്ലേ ഭയങ്കര തടസ്സം. ഒരു 2-3 മാസമായിട്ട് ലോണൊക്കെ എല്ലാം 2-3 ആഴ്ചയ്ക്ക് അപ്രൂവായി, എല്ലാ കാര്യങ്ങളും പെട്ടെന്നായി. പക്ഷേ വിസക്ക് മാത്രം ഭയങ്കര തടസ്സം. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് ജൂലൈ 18-നാണ് സ്റ്റാർട്ട് ചെയ്യണ ക്ലാസ്. അപ്പോൾ അതിന് മുമ്പ് എനിക്ക് പോകണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ എന്തെന്ന് വെച്ചാൽ ജൂലൈ 16-ന് ഞാൻ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുക്കാമെന്ന് അമ്മനോട് പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞു മാതാവ് എനിക്ക് വേറെ വഴിയില്ല, എനിക്ക് അമ്മ ഒന്ന് സഹായിക്കണം എന്നാന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ട് ഞാൻ മാതാവിൻ്റെ രൂപത്തിൽ വെച്ച് ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു. മാതാവ് ഇത് ഞാൻ ഏൽപ്പിച്ച് മിഷേൽ ഫെഗനെയും ഈ ഞാൻ ഇപ്പോൾ സബ്മിറ്റ് ചെയ്യാൻ പോണ ഡോക്യുമെൻറ്റ്സിന് സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കണേണ്. ഉടമ്പടി എടുക്കുമ്പോൾ അമ്മ മാതാവ് കൂടെ വരുമെന്നല്ലേ പറഞ്ഞ്. അപ്പോൾ അമ്മ എൻ്റെ കൂടെ വരണം, ആ മിഷേൽ ഫെഗൻ്റെ അടുത്തും പോകണം, അമ്മ സഞ്ചാരി മാതാവായി ചെല്ലണം. എന്നിട്ട് എനിക്ക് നാളെ തന്നെ ഈ വിസ അപ്രൂവ് ചെയ്ത് തരണം. പക്ഷേ എനിക്ക് അതിലൊരു പ്രതീക്ഷയില്ല. കാരണം ഈ സ്റ്റാഫാണെങ്കിൽ ലൈക്ക് എപ്പോഴും കറക്റ്റായിട്ടല്ല റിപ്ലൈ തരുന്നത് തന്നെ, ചിലപ്പോൾ ഒരു വീക്കൊക്കെ എടുക്കും. പക്ഷേ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് നെക്സ്റ്റ് ഡേ തന്നെ ഞാൻ ഉടമ്പടി എടുത്തതിൻ്റെ അടുത്ത ദിവസം തന്നെ എനിക്ക് വിസ അപ്രൂവ് ആയി കിട്ടി. അതും ഭയങ്കര ഒരു അത്ഭുതമായിപ്പോയി എനിക്ക് കിട്ടിയത്. അത് കഴിഞ്ഞ് അതിൻ്റെ അടുത്ത ദിവസം തന്നെ ഞാൻ ന്യൂസിലൻഡിലേക്ക് പോയി. അപ്പോൾ മാതാവിൻ്റെ അടുത്ത് ഒന്ന് സാക്ഷ്യം പറയണമെന്ന് എൻ്റെ ഭയങ്കര വലിയ ആഗ്രഹമായിരുന്നു. കാരണം ഇതൊന്നും എൻ്റെ കഴിവാലയല്ലേ നേടിയതല്ല ഞാൻ. അപ്പോൾ ആ ദിവസം വന്നപ്പോൾ ലേറ്റായി കുറച്ച്, അപ്പോൾ സാക്ഷ്യം പറയാൻ പറ്റിയില്ല. അപ്പോൾ ഇവിടുത്തെ ഒരു ബ്രദറിനോട് ചോദിച്ചപ്പോൾ ബ്രദർ പറഞ്ഞു പോയി വന്നിട്ട് സാക്ഷ്യം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ 2 വർഷം കഴിഞ്ഞിട്ട് ഈ ലാസ്റ്റ് മന്ത് ഞാൻ വന്നു. അപ്പോൾ എന്നിട്ട് ഞാൻ ഇവിടെ പള്ളിയിൽ വന്ന് പ്രാർത്ഥിച്ചു. പക്ഷേ ഈ പറഞ്ഞ പോലെ എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റിയില്ല, ഞാൻ ഉടമ്പടി പുതുക്കാഞ്ഞത് കൊണ്ടിട്ട്. അതുകൊണ്ട് ഞാൻ ഉടമ്പടി പുതുക്കി. എന്നിട്ട് ഇപ്പം ഞാൻ വന്ന് സാക്ഷ്യം പറയുന്നു. അത് കൂടാണ്ട് എൻ്റെ കോഴ്സിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ MCOM ആണ് എടുത്തത്. ഈ MCOM എടുത്തപ്പോഴേക്കും അത് റിസർച്ച് തീസിസ് ബേസ്ഡ് ആയിരുന്നു. ഞാൻ ഒറ്റക്കായിരുന്നു ഒരു സ്റ്റുഡൻറ്റ്. എനിക്ക് ഹെൽപ്പ് ചെയ്യാനോ എന്നെ സപ്പോർട്ട് ചെയ്യാനോ എന്താ സംഭവം എന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പോലും ആരും ഉണ്ടായിരുന്നില്ല. എൻ്റെ കൂടെയുള്ള സൂപ്പർവൈസേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു 20-25 ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉള്ള സൂപ്പർവൈസേഴ്സാണ്.
അപ്പം ഞാൻ ഓരോരോ ചെറിയ ചോദ്യങ്ങളൊക്കെ അവരോട് ചോദിക്കുമ്പോൾ അവർ വിചാരിക്കും ഇത്രയും ഇതില്ലാണ്ടാണോ ഈ കുട്ടി വന്നേക്കണമെന്നുള്ള, കാരണം എനിക്ക് ആ ഒരു ബേസില്ല, ഞാൻ കൂടുതലും പ്രാക്ടിക്കലാണ് ചെയ്തുകൊണ്ടിരുന്ന വെച്ചത്. അപ്പോൾ അങ്ങനെ ഇത് വന്നപ്പോഴേക്കും എനിക്ക് ഭയങ്കര ലോ മാർക്സ് ആയിരുന്നു. ഞാൻ എങ്ങനെയൊക്കെയോ തട്ടിക്കൂട്ടി ബാക്കിയുള്ള കോഴ്സ് ജയിച്ചു. പക്ഷേ തീസിസ് ഒട്ടും എനിക്ക് ജയിക്കാൻ പറ്റിയില്ല. എനിക്ക് പ്രപ്പോസൽ സബ്മിറ്റ് ചെയ്തപ്പോൾ അവരുടെ എക്സ്പെക്റ്റേഷൻ അനുസരിച്ചല്ല ഞാൻ കൊടുത്തേക്കണമെന്നുള്ളത് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര പ്രയാസം. എന്നോട് പറഞ്ഞു, ക്ലെയർ ഇത് മാറ്റി വേറെ കോഴ്സ് നോക്ക്, കാരണം ക്ലെയറിൻ്റെ പ്രാക്ടിക്കൽ അല്ലേ, അപ്പോൾ അതുകൊണ്ടിട്ട് വേറെ ക്ലെയറിൻ്റെ പ്രാക്ടിക്കലായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. പക്ഷേ അതിന് ഞാൻ എക്സ്ട്രാ ഒരു 10 lakhs കൂടി വേറെ അടക്കണം. പിന്നെ അതുമല്ല വിസ പ്രോസസ്സിങ്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ. പക്ഷെ ഞാൻ അമ്മനോട് പ്രത്യേകം ഇരുന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നു, മാതാവ് എന്നെ ഇവിടെ വരെ എത്തിച്ചത് എൻ്റെ അമ്മ മാതാവാണെങ്കിൽ എനിക്ക് ഈ ഒരു കടമയും കൂടി കടക്കാൻ എൻ്റെ അമ്മ മാതാവ് സഹായിക്കുമെന്ന് എനിക്ക് നല്ല ഉറച്ച വിശ്വാസമുണ്ട്. എനിക്ക് വീട്ടിലിത് പറയാൻ പറ്റില്ല, കാരണം അവരും പ്രയാസപ്പെടും. അപ്പോൾ അതുകൊണ്ടിട്ട് അമ്മ എനിക്കൊരു വഴി കാണിച്ചു തന്നെ എന്ന് പറഞ്ഞിട്ട് എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അമ്മ മാതാവ് ഈശോയും എന്നെ ഇവിടെ എത്തിച്ചെങ്കിൽ അമ്മ മാതാവ് ഈശോയും തന്നെ ഇത് പൂർത്തിയാക്കാൻ എന്നെ സഹായിക്കും എന്ന്. അങ്ങനെ ഒരു ദിവസം ഞാൻ കിടന്നുറങ്ങുന്ന സമയത്ത് ഞാൻ ഒരു സ്വപ്നം കണ്ടത്, ഒരു കപ്പ് ഓഫ് കോഫിയിൽ മാതാവിൻ്റെ കാശിരൂപ. അപ്പോൾ ഈ കോഫി കുടിക്കണത് എൻ്റെ മാഡമാണ്, എൻ്റെ മെയിൻ സൂപ്പർവൈസറാണ് ഇത് കുടിക്കണത്. അപ്പോൾ കോഫി അല്ലെങ്കിൽ മിൽക്ക പുള്ളിക്കാരി എപ്പോഴും കുടിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തിനാണ് കോഫിയിൽ കാശ് രൂപ ഞാൻ കാണണമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു കാര്യം ചെയ്യാം, ഞാൻ മാഡത്തിനെ ആയിരിക്കും ചിലപ്പോൾ കണ്ടെന്നാൽ മാഡത്തിനോട് പോയി സംസാരിക്കുക. അപ്പോൾ അവിടുത്തെ ആൾക്കാരെന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും നമ്മളുടെ കാര്യങ്ങൾ തുറന്ന് അവരോട് പറഞ്ഞാൽ അവർ ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ള ആൾക്കാർ. അപ്പം ഞാൻ അവിടെ ചെന്ന് മാഡത്തിനോട് കരഞ്ഞ് ഞാൻ ഫ്രണ്ടിനോട് സംസാരിച്ച്, അങ്ങനെ ഫ്രണ്ട് എന്നോടും കൂടി പറഞ്ഞിട്ട് ഞാൻ പോയി മാഡത്തിനോട് സംസാരിച്ച്. ഞാൻ പറഞ്ഞു, മാഡം എനിക്കിങ്ങനെ പെട്ടെന്ന് പറഞ്ഞാൽ മാറ്റാനൊന്നും പറ്റുമൊന്നുമില്ല, കോഴ്സ് എങ്ങനെയെങ്കിലും എന്നെ ഹെൽപ്പ് ചെയ്യണം, ഞാൻ പാസ്സായിക്കോളാന്ന് പറഞ്ഞു, നെക്സ്റ്റ് ടൈമിൽ പാസ്സായിക്കോളാം. കാരണം ഇത് പ്രപ്പോസൽ സബ്മിറ്റ് ചെയ്യുന്ന പറയുമ്പോൾ അവർ ജസ്റ്റ് നോക്കണേ, അതിന് മാർക്കിംഗ് ഇല്ല, പക്ഷേ അത് കംപ്ലീറ്റ് ചെയ്യാൻ തീസിസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കണേണ് അവർ. അപ്പോൾ പ്രപ്പോസൽ സബ്മിറ്റ് ചെയ്തപ്പോഴേക്കും ഈ പറഞ്ഞ പോലെ അവർ പ്രതീക്ഷ അത്ര ഇതില്ല. അപ്പം ഞാൻ പറഞ്ഞു നെക്സ്റ്റ് ടൈം എന്നെ ഒന്ന് ട്രൈ ചെയ്യാൻ സഹായിക്കുന്നു പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു, ഇല്ല എനിക്കൊന്ന് സാറിനോട് സംസാരിക്കണം. സാറ് പറഞ്ഞു, ഇല്ല ക്ലെയറിനെ കൊണ്ട് ഇത് പറ്റൂല, ഒട്ടും കഴിയൂല, കാരണം ക്ലെയർ ആ ഒരു ഇതെത്തിയിട്ടില്ല എന്നുള്ള ഇതെന്നോട് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര പ്രയാസം, എങ്ങനെയെങ്കിലും തീർക്കണമല്ലോ. അങ്ങനെ ഞാൻ എപ്പോഴും മാതാവിനോട് പ്രാർത്ഥിച്ചു എന്നെ ഹെൽപ്പ് ചെയ്യാൻ ആരെങ്കിലും വേണേ, കാരണം ഞാൻ ഒറ്റ ഒരു സ്റ്റുഡൻ്റാണ്. അപ്പോൾ വേറെ ആരും എനിക്ക് ഹെൽപ്പിന് ചോദിക്കാനായിട്ട് വേറെ ആരുമില്ല. അപ്പോൾ അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ആ സെമസ്റ്ററിൽ തന്നെ ഒരു പുതിയ മാഡം അവിടെ വന്ന്. യൂഷ്വലി 2 സൂപ്പർവൈസേഴ്സാണ് ഒരു സ്റ്റുഡൻറ്റിനുള്ളത് മിനിമം. മോർ ദാൻ 2 എടുക്കാം, പക്ഷേ മിക്കവർക്കും 2 ആണ്. അങ്ങനെ എൻ്റെ അവസ്ഥ കണ്ടിട്ട് ആ മാഡം എനിക്ക് എൻ്റെ സൂപ്പർവൈസർ ഒരു 3ാമത്തെ ഒരു സൂപ്പർവൈസറിനെ തന്നു. ആ സൂപ്പർവൈസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ലൊരു മാഡം ആയിരുന്നു. എനിക്ക് ഒരാൾ ഹെൽപ്പ് ചെയ്യാൻ ഒരാൾ വേണമെന്ന് ഞാൻ എപ്പോഴും മാതാവിനോട് പ്രാർത്ഥിച്ചു. ഞാനപ്പോൾ എനിക്കൊരു ഡൗട്ട് ചോദിച്ചു, ഇങ്ങനെ ഇതെന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ പുള്ളിക്കാരി എനിക്ക് കുറേ എക്സാമ്പിൾസ് അയച്ചു തന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഇങ്ങനെയാണല്ലേ ചെയ്യേണ്ടത്. അങ്ങനെ പുള്ളിക്കാരി എനിക്ക് കുറച്ച് ഗൈഡൻസ് തന്നു, ഇങ്ങനെയാണ്. എനിക്കൊരു ഗൈഡൻസിൻ്റെ കുറവായിരുന്നു. അങ്ങനെ എനിക്ക് ഗൈഡൻസ് തന്നു. മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ടിട്ടാണ് ഞാൻ ഈ തീസിസ് ഞാൻ ഫുള്ളി സബ്മിറ്റ് ചെയ്തു. പക്ഷേ എനിക്കറിയാമല്ലോ എൻ്റെ സൂപ്പർവൈസേഴ്സ് എന്നെക്കുറിച്ച് നെഗറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ കാര്യം ഞാൻ ഭയങ്കര കോൺഫിഡൻസോടെ എൻ്റെ ലാസ്റ്റ് തീസിസ് സബ്മിറ്റ് ചെയ്തത്. എന്തോ എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു മാതാവിനെ സഹായിക്കുമെന്ന്. കാരണം ഞാൻ കൈവച്ചാണ് കൂടുതലും തീസിസ് എഴുതണത്. ലാപ്ടോപ്പിൽ യൂസ് ചെയ്യൽ കുറവാണ്, കാരണം തിങ്കിങ് കൂടുതൽ കൈവച്ച് എഴുതുമ്പോഴോ അങ്ങനെ ഒരു എൻഡ് കിട്ടാണ്ടാവുമ്പോഴും. അല്ലാതെ എപ്പം ഞാൻ തീസിസ് എഴുതാൻ തുടങ്ങിയാലും ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി എൻ്റെ കൂടെ ഈശോയും മതം വന്ന് എൻ്റെ കൈപിടിച്ച് എഴുതിപ്പിക്കണമെന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുക. പിന്നെ വിശ്വാസ പ്രമാണം ചെല്ലുമ്പോൾ എനിക്ക് അനുഭവപ്പെട്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു കൺക്ലൂഷൻ കിട്ടാനുള്ള തീസിസിൽ ചെയ്ത് കഴിയും, പിന്നെ ബാക്ക് ടു ആദ്യത്തേലോട്ട് ഞാൻ പോകും. അപ്പം അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായതുകൊണ്ട് ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തീസിസ് കൺക്ലൂഷൻ കിട്ടണില്ല. അപ്പം ഞാൻ എപ്പോഴും വിശ്വാസ പ്രമാണം ചെല്ലുമ്പോഴേക്കും എനിക്ക് ഇങ്ങനെയൊക്കെയാണ് എഴുതേണ്ടതെന്നൊരു മനസ്സിലൊരു ഞാൻ എഴുതി അങ്ങനെ പോകും ഒരു കൺക്ലൂഷനിലേക്ക്. അപ്പം അങ്ങനെയൊക്കെ എനിക്ക് കുറേ അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് തീസിസ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അവർ വേറൊരു ഇത് തന്ന പ്രശ്നം, ഒരു പ്രലോഭനം വന്നതെന്ന് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഫെബ്രുവരിയിലാണ് എൻ്റെ വിസ അവസാനിക്കുന്നത്. അപ്പോൾ തീസിസ് ആയതുകൊണ്ട് അവരുടെ ഇഷ്ടത്തിനൊക്കെ അവർ കറക്റ്റ് ചെയ്ത് തരണം, നമുക്ക് പറയാൻ പറ്റില്ല എപ്പോഴാണ് കറക്റ്റ് ചെയ്ത് തരണമെന്ന്. അപ്പം ഞാൻ ഓൾറെഡി എൻ്റെ മാഡത്തിനോട് പറഞ്ഞായിരുന്നു ജാനുവരി എൻഡോടെ എനിക്ക് കിട്ടിയാലേ എനിക്ക് വിസക്ക് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ എന്ന്. പക്ഷേ ഈ പറഞ്ഞ പോലെ അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞെങ്കിലും ഇവർ പറഞ്ഞു അവർക്ക് വേറെ എന്തോ പരിപാടിയൊക്കെ ഉണ്ട്, അപ്പോൾ അതുകൊണ്ടിട്ട് ഫെബ്രുവരി എൻഡോടെ ക്ലെയറിന് കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര പ്രയാസമായി. ഞാൻ അപ്പോഴും മാതാവിന് എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു, ഇത്രയും വരെയൊക്കെ എത്തിച്ചില്ലേ, അപ്പോൾ ഇനി ബാക്കി എന്നെ സഹായിക്കും എന്നൊക്കെ ഒരു വിശ്വാസം എനിക്ക്, മനോധൈര്യം എനിക്കുണ്ടായിരുന്നു.
അങ്ങനെ പക്ഷേ ഇങ്ങനെ പറഞ്ഞ സൂപ്പർവൈസേഴ്സ് അവരെന്തെന്ന് വെച്ചാൽ എൻ്റെ മാഡം സംസാരിച്ചിട്ട് ഇവർ പറഞ്ഞ ഡേറ്റിനേലും മുമ്പ് അവർ തന്നു. ഞാൻ എപ്പോഴും മാതാവിനോട് പ്രാർത്ഥിച്ച, മാതാവേ എനിക്ക് എപ്പോഴും അനുഗ്രഹങ്ങൾ കിട്ടുന്ന ട്യൂസ്ഡേസാണ്. ഫസ്റ്റ് ജോലി കിട്ടിയ ട്യൂസ്ഡേയാണ്, സെക്കൻഡ് ജോലി കിട്ടിയതും ട്യൂസ്ഡേയാണ്, പിന്നെ ഓരോരോ അനുഗ്രഹങ്ങൾ എൻ്റെ ജീവിതത്തിൽ നടക്കണ എല്ലാം ട്യൂസ്ഡേ. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, ഈ ജാനുവരി എൻഡ് ആവാറായ ട്യൂസ്ഡേന് മുമ്പുള്ള ആഴ്ച ഞാൻ പ്രാർത്ഥിച്ചു. നെക്സ്റ്റ് വീക്കാണ് ലാസ്റ്റ് വീക്ക് ജാനുവരിയുടെ അതിൻ്റെ ഈ ട്യൂസ്ഡേ എനിക്ക് റിസൾട്ട് തരണം മാതാവേ. കാരണം എനിക്ക് പ്രതീക്ഷയില്ല, ഇവർ തരൂല എന്ന് പറഞ്ഞ ആൾക്കാരാണ്. മാഡത്തിനോട് ചോദിച്ചപ്പോൾ ഇവർ തരും എന്ന് പറയുന്നുണ്ട്, യൂണിവേഴ്സിറ്റിനോട് ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞ് തരൂല എന്നും പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വന്നു. അപ്പോൾ ഞാൻ പക്ഷേ എനിക്ക് പ്രാർത്ഥന എന്നെ ഒരു ബലം ഉണ്ടായതാണ്. ഞാൻ പ്രാർത്ഥിച്ചു. പക്ഷേ അനുഗ്രഹം ഒരു അത്ഭുതം എന്ന് പറയട്ടെ, എനിക്ക് ആ ജാനുവരിയുടെ ലാസ്റ്റ് വീക്ക് ട്യൂസ്ഡേ എനിക്ക് ഇവർ ഗ്രേഡ് എനിക്ക് അവർ പാസ്സായി എന്ന് പറഞ്ഞ് എനിക്ക് മെയിൽ അയച്ചു. ആൻഡ് എനിക്ക് ഒട്ടും പാസ്സാവില്ല എന്ന് പറഞ്ഞ് എനിക്ക് B+ഓടെ തീസിസ് പാസ്സാവാൻ എൻ്റെ മാതാവ് സഹായിച്ചു. ഇതൊന്നും എൻ്റെ കഴിവാലയല്ല, ഈശോയും അമ്മാതാവ് എൻ്റെ ജീവിതത്തിൽ ചൊരിഞ്ഞ എല്ലാ കൃപകൾക്കും നന്മകൾക്കും ഞാൻ നന്ദി പറയുന്നു. പിന്നെ ഈ കാരുണ്യപ്രവൃത്തിയായിട്ട് ഞാൻ ചെയ്തത് സോഷ്യൽ മീഡിയയിലൂടെ ഇങ്ങനെ ഡൊണേഷനൊക്കെ ചോദിക്കുമ്പോൾ അത് അങ്ങനെ കൊടുക്കാറുണ്ട്. അതല്ലാതെ പ്രേക്ഷിത വേല ചെയ്യാറുണ്ട്. പിന്നെ ഓർഫനേജിലൊക്കെ ഫുഡൊക്കെ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ചെറുതും വലുതുമായി നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്ക് മാതാവിനൊരായിരം 3 രോഗസൗഖ്യത്തെക്കുറിച്ചാണ് ആദ്യം പറയാനുള്ളത്. എനിക്ക് സൺബേൺ ആയിട്ട് എൻ്റെ കഴുത്തിൽ നിറയെ ബുദ്ധിമുട്ടായിട്ട് ഞാൻ എല്ലാ ആശുപത്രികളിലും കയറി ഇറങ്ങി മരുന്ന് പുരട്ടിയിട്ടും എനിക്ക് മാറുന്നില്ലായിരുന്നു. വിശുദ്ധ തൈലം പുരട്ടി പ്രാർത്ഥിക്കുകയും 2023 ജപമാല റാലിയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ജപമാല റാലി കഴിഞ്ഞ് 2ാമത്തെ ദിവസം എൻ്റെ കഴുത്തിലെ സൺബേൺ എനിക്ക് മാറിക്കിട്ടി. 2ാമത്തെ അനുഗ്രഹം എന്ന് പറയുന്നത് എൻ്റെ ഇളയ കുഞ്ഞിന്, അവന് ഏനൽ റീജിയനിൽ ഒരു ചെറിയ തടുപ്പുണ്ടായിരുന്നു. അവന് എപ്പോഴും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അവന് വിശുദ്ധ തൈലം തൂത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അവന് ഉടമ്പടി ഉപ്പ് കൊടുക്കുകയും ചെയ്യുമായിരുന്നു. അതിൻ്റെ ഫലമായി അവന് അതും മാറിക്കിട്ടി. പിന്നെ 15 വർഷമായിട്ട് എനിക്ക് നട്ടെല്ലിന് സ്ട്രെയിറ്റനിങ് ആയിരുന്നു. 2024 നവംബർ ഡിസംബർ മാസത്തിൽ എൻ്റെ ലെഫ്റ്റ് ഷോൾഡറിൽ ഒരു മുഴയുണ്ടാവുകയും അത് കൈക്ക് ഭയങ്കര തരിപ്പും വേദനയും എന്തെങ്കിലും ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുമൊക്കെ ആയിരുന്നു. ഞാൻ ഡോക്ടറെ പോയി ഞാൻ ഉടമ്പടി തൈലം തൂത്ത് പ്രാർത്ഥിക്കുമായിരുന്നു. കുളിക്കുമ്പോൾ വെള്ളത്തിൽ ഉടമ്പടി ഉപ്പിട്ട് കുളിക്കുകയും ചെയ്യുകയായിരുന്നു. ഞാൻ ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, അവിടുത്തെ കാർട്ടിലേജ് വളർന്ന് അത് ബോണായിട്ട് മാറും, അത് ഭയങ്കര ബുദ്ധിമുട്ടായി മാറും എന്ന് പറഞ്ഞ് MRI ചെയ്യാൻ സജസ്റ്റ് ചെയ്തു. അങ്ങനെ MRI ചെയ്തു. അപ്പോൾ അവർ റിബ് സ്റ്റഡി ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ റിബ് സ്റ്റഡിയും ചെയ്തു. ഞാൻ MRIക്ക് കയറുന്നതിന് മുമ്പ് ഉടമ്പടി തൈലം പുരട്ടി പ്രാർത്ഥിച്ചിട്ടായിരുന്നു കയറിയത്. 1.25 മണിക്കൂർ എടുത്തു MRI ചെയ്യുവാനായിട്ട്. ആ 1.25 മണിക്കൂറും ഞാൻ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ റിസൾട്ട് കിട്ടി. ഞാൻ കാണിച്ചുകൊണ്ടിരുന്ന ഡോക്ടറിനെ റിപ്പോർട്ട് കാണിക്കാൻ ചെന്നപ്പോൾ സാർ അവിടുന്ന് സ്ഥലം മാറിപ്പോയി. അങ്ങനെ പകരം വേറൊരു ഡോക്ടറെ കാണിക്കുകയും ഡോക്ടർ പറഞ്ഞു, IVDP ആണ്, അതിന് സർജറി ഓപ്ഷൻ, പിന്നെ ഫിസിയോതെറാപ്പി ചെയ്തു നോക്കാം, ജസ്റ്റ് ഫിസിയോതെറാപ്പിസ്റ്റിനെ ഒന്ന് കാണിക്കുക എന്ന് പറഞ്ഞു. ഫിസിയോതെറാപ്പിസ്റ്റിനെ കാണിക്കാൻ പോയി. ഫിസിയോതെറാപ്പിസ്റ്റ് പറഞ്ഞു സ്റ്റിറോയിഡ് കഴിക്കണമെന്ന്. അവർ തന്ന ഒരു മെഡിസിനും കഴിച്ചില്ല. ഞാൻ വിശുദ്ധ തൈലം തൂത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഇവിടെ കൃപാസനത്തിൽ വന്ന് അച്ഛൻ ജോസഫച്ചനെ കാണുകയും ബ്ലെസ്സിങ് വാങ്ങിക്കുകയും അച്ഛൻ തൈലം തൂത്ത് പ്രാർത്ഥിക്കുകയും ചെയ്തു. അതിന് ശേഷം 2 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഉരത്തിലെ മുഴ കാണുവാനില്ല. ഇപ്പോൾ എൻ്റെ C4, C5, C7 റീജിയനിലുണ്ടായിരുന്ന വേദന എനിക്ക് മാറിക്കിട്ടി. അടുത്ത സാക്ഷ്യം, ഞാൻ ഉടമ്പടി ആദ്യമായി എടുത്തത് 2023 മാർച്ച് 11 അന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ വൈകിട്ട് എനിക്ക് ഒരു മെയിൽ വന്നു. അത് നോർക്കയിൽ നിന്നുള്ള മെയിലായിരുന്നു. അവരുടെ അഡ്വർടൈസ്മെൻ്റ് ആയിരുന്നു ജർമ്മൻ്റെ. ഞാനത് അപ്ലൈ ചെയ്യുകയും എനിക്ക് അതിൻ്റെ സെലക്ഷൻ കിട്ടുകയും ചെയ്തു. അങ്ങനെ കൊച്ചിയിൽ ഞാൻ ജർമ്മൻ പഠിക്കാൻ ആരംഭിച്ചു. ജർമ്മൻ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു പള്ളി ഉണ്ടായിരുന്നു. ഞങ്ങൾ എന്നും പള്ളിയിൽ പോവുകയും എൻ്റെ കൂട്ടുകാരുമായിട്ട് ഞങ്ങൾ പള്ളിയിൽ പോവുകയും കുർബാന കാണുകയും എല്ലാ ദിവസവും ക്ലാസ്സിന് പോകുന്നതിന് മുമ്പ് ഞങ്ങൾ പള്ളിയിൽ പോയി ഒരു ജപമാല ചൊല്ലും. ക്ലാസ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴും ഞങ്ങൾ പള്ളിയിൽ കയറി ജപമാല ചൊല്ലും. ആ എല്ലാ വെള്ളിയാഴ്ചയും 4 മണിക്കൂർ ഞങ്ങൾ കൂട്ടുകാർ പള്ളിയിൽ പോയിരുന്ന് അഖണ്ഡ ജപമാല ചൊല്ലുകയായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ B1 എക്സാം കഴിഞ്ഞു.
ഭയങ്കര ടഫായിരുന്നു. ഫസ്റ്റ് എക്സാം എഴുതിയപ്പോൾ 3 മൊഡ്യൂൾ ആക്കി പരിശുദ്ധ അമ്മയെ അനുഗ്രഹിച്ചു. അടുത്ത മൊഡ്യൂൾ റീഡിങ് എനിക്ക് കിട്ടുന്നില്ലായിരുന്നു. 9 പ്രാവശ്യം എക്സാം എഴുതിയപ്പോഴാണ് ഞാൻ പാസ്സായത്. ഞാൻ നിയോഗം വെച്ചത് ഞാൻ പാസ്സാകണമെന്നല്ല, എൻ്റെ ക്ലാസ്സിലെ എല്ലാവരും പാസ്സാകണമെന്നായിരുന്നു. അങ്ങനെ 9ാമത്തെ പ്രാവശ്യം എക്സാം എഴുതാനായിട്ട് ഞങ്ങൾ 7 കുട്ടികളുണ്ടായിരുന്നു. 8ാമത്തെ എക്സാം എഴുതാൻ ഞങ്ങൾ ചെന്നൈയിൽ പോയപ്പോൾ എപ്പോഴും എക്സാം എഴുതാൻ പോകുമ്പോൾ ഞാനും എൻ്റെ കൂട്ടുകാർക്ക് വിശ്വാസ പ്രമാണം ചൊല്ലി വിശുദ്ധ തൈലവും പൂശി പ്രാർത്ഥിച്ച് ഉപ്പും കൊടുക്കുമായിരുന്നു. പക്ഷേ 8ാമത്തെ എക്സാം എഴുതിയപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരി പറഞ്ഞു, ഞാൻ എല്ലാ പ്രാവശ്യം പറയുമായിരുന്നു പരിശുദ്ധ അമ്മയെ നമ്മളെ പാസ്സാക്കുമെന്ന്. 8ാമത്തെ പ്രാവശ്യം എക്സാം എഴുതാൻ പോയപ്പോൾ ഒരു കുട്ടി പറഞ്ഞു, നമ്മൾ എപ്പോഴും ഇത് വിശുദ്ധ തൈലം തൂത്തി പ്രാർത്ഥിച്ചിട്ടും ഉപ്പ് ഇട്ടിട്ടുമാണല്ലോ നമ്മൾ പോകുന്നത്, എന്നിട്ട് എൻ്റെ അമ്മ നമ്മളെ പാസ്സാക്കുന്നത്. അത് കേട്ടപ്പോൾ എനിക്കെന്തോ ഭയങ്കര വിഷമമായി. 9ാമത്തെ പ്രാവശ്യം പരീക്ഷ എഴുതാൻ പോയപ്പോഴും ഞങ്ങളെല്ലാവരും ഒന്നിച്ച് തിരുവനന്തപുരത്ത് എക്സാം എഴുതാൻ പോയി. ഞാൻ വിശുദ്ധ തൈലം തൂത്ത് പ്രാർത്ഥിക്കുകയും എല്ലാവർക്കും ഉപ്പ് കൊടുത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചിട്ടായിരുന്നു ഞങ്ങൾ പരീക്ഷയ്ക്ക് കയറിയത്. ആ പ്രാവശ്യം പരിശുദ്ധ അമ്മയോട് ഞാൻ പറഞ്ഞു, പരിശുദ്ധ അമ്മ ഈ പ്രാവശ്യം ഞങ്ങൾ പരീക്ഷ പാസ്സാക്കിയില്ലെങ്കിൽ ഞാനല്ല നാണക്കേടുന്നത്, മറ്റുള്ളവരുടെ മുമ്പിൽ അമ്മയ്ക്കായിരിക്കും ഒരു നാണക്കേട്. എന്തോ എനിക്ക് അങ്ങനെ പറയാൻ തോന്നി. അങ്ങനെ പറഞ്ഞിട്ടാണ് ഞാൻ അമ്മയുടെ അടുത്ത് പോയത്. അന്ന് ഞാൻ ആ പ്രാവശ്യം ഞാൻ പരീക്ഷയ്ക്കൊന്നും പഠിച്ചില്ല. ഞാനാണെങ്കിൽ ട്രെയിനിൽ 4 മണിക്കൂറോളം ഉണ്ടായിരുന്നു യാത്ര. ഞാൻ ഒരു അഖണ്ഡ ജപമാല ചൊല്ലി അത് കഴിഞ്ഞ് പരീക്ഷയ്ക്ക് കയറിയപ്പോൾ എക്സാം പേപ്പർ കണ്ടപ്പോൾ ഒന്നും പഠിച്ചില്ല. പക്ഷേ എനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് മറിച്ച് നോക്കി, ഒരു ക്വസ്റ്റ്യൻ പോലും ഞാൻ വായിച്ച് നോക്കിയില്ല. ഞാൻ ആൻസർ മാർക്ക് ചെയ്തു. എനിക്ക് തോന്നിയ പരിശുദ്ധ അമ്മ പറഞ്ഞു തന്ന ആൻസർ അനുസരിച്ച് ഞാൻ എല്ലാം മാർക്ക് ചെയ്തു. 65 മിനിറ്റിൻ്റെ എക്സാം ഞാൻ 30 മിനിറ്റ് കൊണ്ട് എക്സാം എഴുതി കഴിഞ്ഞു. അവിടെ ഇരുന്ന് ഞാൻ ഉപ്പ് പേപ്പറിൽ ഇട്ടിട്ടായിരുന്നു ഞാനന്ന് പരീക്ഷ എഴുതിയത്. വിശ്വാസ പ്രമാണം ചൊല്ലി എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ച് എൻ്റെ പേപ്പറിൽ എല്ലാവരുടെയും പേപ്പറാണെന്ന് സങ്കല്പിച്ചത്. എല്ലാ കൂട്ടുകാർക്കും അന്ന് ഹോളിലിരുന്ന എല്ലാ കുട്ടികൾക്കും വേണ്ടി അന്ന് എക്സാം എഴുതി എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ച് അന്ന് അവിടെ ഇരുന്നൊരു രഹസ്യം ചൊല്ലി ഒരു വന്തയും ചൊല്ലി എല്ലാ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ചൊല്ലി 30 ക്വസ്റ്റ്യനായിരുന്നു ഉണ്ടായിരുന്നത്. ഞാൻ 30 നന്മ മറിയുമേയും ചൊല്ലി കുറിച്ച് വരച്ചു എൻ്റെ എക്സാം പേപ്പറെ പ്രാർത്ഥിച്ച് എല്ലാവരുടെയും പേപ്പറാണെന്ന് പറഞ്ഞ് സങ്കല്പിച്ച് അങ്ങനെ 65 മിനിറ്റ് എക്സാമിന് 55 മിനിറ്റ് ആകുമ്പോൾ ഞാൻ എൻ്റെ പേപ്പർ കൊടുത്ത് ആ ഹാളിൽ നിന്ന് ഇറങ്ങിപ്പോയി. ആരും ഇറങ്ങി വന്നില്ല, ഞാൻ മാത്രമേ ഇറങ്ങിയുള്ളൂ. അവിടെ നിന്ന് എല്ലാവർക്കും വേണ്ടി വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങളുടെ റിസൾട്ട് വന്നപ്പോൾ എല്ലാവരും പറഞ്ഞു റിസൾട്ട് വന്ന എല്ലാവർക്കും പേടിയാന്ന് നോക്കാം. ഞാൻ പറഞ്ഞു ധൈര്യമായിട്ട് നോക്കിക്കോ. അന്ന് ആ എക്സാം എഴുതി അന്ന് തന്നെ ഞങ്ങൾക്ക് അടുത്ത ഡേറ്റ് എടുക്കാനുള്ള നോർക്കയിൽ നിന്നും ഡേറ്റ് വന്നു. ഞങ്ങൾ അടുത്ത ഡേറ്റ് ഞാൻ പറഞ്ഞു എടുക്കണ്ട, നമുക്ക് ഉറപ്പായിട്ടും നമ്മൾ പാസ്സാകും. ഇപ്രാവശ്യം മാതാവ് നമ്മളെ കൈവിടില്ല, നമ്മളെല്ലാവരും ജയിക്കും. ഞങ്ങൾ 7 പേരായിരുന്നു പാസ്സാകാനുണ്ടായിരുന്നത്. അങ്ങനെ അന്ന് റിസൾട്ട് വന്നപ്പോൾ എല്ലാവരും നോക്കി. അന്ന് ഞാനും കുട്ടികളുമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത്. ഞാനും കുട്ടികളും കൂടെ അന്ന് മുട്ടിൽ നിന്ന് ഒരു കൊന്ത ചൊല്ലി. അപ്പോൾ വാട്സപ്പിൽ എല്ലാവരുടെയും മെസ്സേജ് വന്നു പാസ്സായിന്ന്. അപ്പോഴെനിക്ക് റിസൾട്ട് നോക്കേണ്ട ആവശ്യം പോലുമില്ല, എനിക്കറിയാമായിരുന്നു ആ എക്സാം പാസ്സാകുമെന്ന്. അങ്ങനെ പരിശുദ്ധ അമ്മ ഞങ്ങളെ പാസ്സാക്കി അനുഗ്രഹിച്ചു. അടുത്തത് എൻ്റെ ഇൻ്റർവ്യൂ ആയിരുന്നു. എനിക്ക് ഇൻ്റർവ്യൂ വന്നു. ആദ്യത്തെ ഇൻ്റർവ്യൂ പാസ്സായില്ല. 2ാമത്തെ ഇൻ്റർവ്യൂവിന് അവർ തന്ന ലിങ്ക് മാറി കയറി. അങ്ങനെ എനിക്ക് തന്ന ദിവസം എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. ഒരു തിങ്കളാഴ്ചയായിരുന്നു. അപ്പോൾ അവർ വിളിച്ചെന്നെ ഒത്തിരി വഴക്ക് പറഞ്ഞു. എങ്കിലും അവർ പറഞ്ഞു ചൊവ്വാഴ്ച ആ ദിവസം നോക്കട്ടെ എന്ന് പറഞ്ഞു. അവർ 2 മണിയാകുമ്പോഴായിരുന്നു സമയം പറഞ്ഞത്. ആ സമയം ഞാനവിടെ ഒരുങ്ങിയിരുന്നു. പക്ഷേ അവരുടെ കോളൊന്നും വന്നില്ല. ഞാനവിടെ ഇരുന്ന് ബൈബിൾ വായിച്ചു. ഞാനവിടെ ഇരുന്ന് ഉറങ്ങിപ്പോയി. പെട്ടെന്ന് അവരുടെ കോൾ വന്നു. പെട്ടെന്ന് ഇൻ്റർവ്യൂവിന് കയറാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ 2:30 ആയപ്പോൾ ഇൻ്റർവ്യൂവിന് കയറി. എനിക്കറിയില്ല എന്താ പറയണ്ടേ. ഞാൻ ജസ്റ്റ് പ്രിപ്പയർ ചെയ്യൊന്നുമില്ലായിരുന്നു. അവർ ഇൻ്റർവ്യൂവിന് വിളിക്കുകയോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ലാതെ. അങ്ങനെ പരിശുദ്ധ അമ്മയോട് തൈലം തൂത്ത് പ്രാർത്ഥിച്ചു. ഉപ്പും എൻ്റെ ഫോണിന് ചുറ്റും വിതറിയിട്ടായിരുന്നു അവിടെ ഇരുന്നത്. പരിശുദ്ധ അമ്മയോട് പറഞ്ഞു, ഇത് എനിക്കുള്ളതാണെങ്കിൽ മാത്രമേ എനിക്ക് തരാവുള്ളൂ. എൻ്റെ മെറിറ്റ് കൊണ്ടല്ല, പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹത്താൽ എനിക്ക് ഈ ജോലി തന്നാൽ മതി, അല്ലെങ്കിൽ എനിക്ക് വേണ്ട. എനിക്ക് ശരിക്കും പറഞ്ഞാൽ വിദേശത്ത് പോകണമെന്ന് വലിയ ആഗ്രഹമുള്ള ഒരു വ്യക്തിയൊന്നും ആയിരുന്നില്ല. പരിശുദ്ധ അമ്മ അങ്ങനെ എന്നെ ഇവിടം വരെ എത്തിച്ചു. അങ്ങനെ എനിക്ക് ഇൻ്റർവ്യൂ സെലക്റ്റായി. ഇപ്പോൾ എനിക്ക് വിസ വന്നു. 30-ാം തീയതി ഞാൻ ജർമ്മനിക്ക് പോവുകയാണ്. ഒത്തിരി എല്ലാവരും ഞാൻ ഈ 2 വർഷത്തോളമായി ഞാൻ എന്നും ജോലിയില്ലാതെ ഇരുന്നെങ്കിലും പള്ളിയിൽ പോകുവാനുള്ള കൃപ എനിക്ക് പരിശുദ്ധ അമ്മ തന്നു.
അങ്ങനെ കുർബാനയ്ക്ക് പോകുമ്പോൾ ആൾക്കാർ കളിയാക്കുമായിരുന്നു, നീ എന്തിനാ കുർബാനയ്ക്ക് വരുന്നത്, പരീക്ഷ ജയിക്കുന്നില്ല, പോയിരുന്ന് പഠിച്ചുകൂടെയെന്ന്. പിന്നെ ആൾക്കാർ പറയും, 15 വർഷത്തോളമായി എക്സ്പീരിയൻസ് ഉള്ള ഞാൻ നാട്ടിലൊക്കെ ജോലി ചെയ്തിരുന്നുവെങ്കിലും ആൾക്കാർ പറയും നിനക്കൊരു ഭാഗ്യമില്ലാത്തവളാണല്ലോ മറ്റുള്ള പെൺപിള്ളേരെ കണ്ടുപിടിക്കുകയെന്ന്. പക്ഷേ എനിക്കൊന്നൊരു വിഷമം തോന്നുമെങ്കിലും അതൊരു അങ്ങനെ നിരാശയൊന്നും തോന്നിയിരുന്നില്ല. പരിശുദ്ധ അമ്മ എന്നെ ഇവിടം വരെ ഉയർത്തി. അടുത്ത സാക്ഷി മെയ് 2 എനിക്ക് എൻ്റെ ജീവിതത്തിൽ എന്തോ നടക്കും എന്നൊരു പ്രേരണ തോന്നി. അങ്ങനെ മെയ് 2 എൻ്റെ വർക്ക് പെർമിറ്റ് എനിക്ക് ലഭിച്ചത്. അടുത്ത സാക്ഷ്യം പറയാൻ എൻ്റെ ഹസ്ബൻഡെ കൊടുക്കും. ഞാൻ ജിൻസ് ജോസഫ്, ഞാൻ മോനിപ്പള്ളിയിൽ നിന്ന് വരുന്നു. ഞാൻ സൗദിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയായിരുന്നു. സൗദിയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ഒറ്റയ്ക്കായതുകൊണ്ട് സൗദിയിൽ എനിക്ക് ഒറ്റയ്ക്കുള്ള ജീവിതം മടുപ്പായതുകൊണ്ട് തിരിച്ചു പോരണം എന്നുള്ള എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ പക്ഷേ ഒരു ജോലിയില്ലാതെ മുന്നോട്ട് പോകുന്നത് ബുദ്ധിമുട്ടാണെന്നുള്ളൂ എന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഇവൾക്ക് ജൻസിക്ക് നോർക്ക വഴി ത്രൂ സെലക്ഷൻ കിട്ടി. അപ്പോൾ ആ പേരും പറഞ്ഞ് എനിക്കെങ്ങനെ പോരാ എന്നുള്ള രീതിയിൽ ഞാൻ നാട്ടിലോട്ട് പോരുകയാണ്. പക്ഷേ പോരേണ്ട സമയമായപ്പോൾ ഞാൻ അവളോട് പറയുന്നു, നിൻ്റെ എക്സാം എല്ലാം പാസ്സായി, നിനക്ക് ജോലിക്ക് പോയി കഴിഞ്ഞെന്ന് വരെ ഞാനിവിടെ നിൽക്കാം. പക്ഷേ അവൾ എന്നോട് അത് സമ്മതിച്ചില്ല. ചേട്ടായി പോരണം, പിള്ളേരെ നോക്കാൻ ആളില്ല, പിള്ളേരെ നോക്കാൻ വരണം എന്നുള്ള രീതിയിലാണ് ഞാൻ ജോലി നിർത്തി പോരുന്നത്. പക്ഷേ ഞാൻ സൗദിയിലായിരുന്നപ്പോഴും ഞാൻ ഇവിടെ അവധിക്ക് വരുമ്പോൾ ഞാൻ ഇവിടെ വരികയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. എനിക്ക് പക്ഷേ ഉടമ്പടി എടുത്തിട്ടില്ലായിരുന്നു. ഉടമ്പടി എടുത്താൽ അതിൻ്റെ കാര്യങ്ങളെല്ലാം കൃത്യമായി നിർവഹിക്കാൻ ജോലി തിരക്ക് മൂലം എനിക്ക് പറ്റില്ല. സൗദിയിലെ സിറ്റുവേഷൻ അങ്ങനെയാണ്. അതുകൊണ്ട് എനിക്ക് പറ്റില്ലാത്ത എന്നുള്ള വിശ്വാസത്തിൽ ഞാൻ ഉടമ്പടി എടുത്തിരുന്നില്ല. പക്ഷേ ഞാൻ അതിയായി ആഗ്രഹിച്ചിരുന്നു ഉടമ്പടി എടുക്കണമെന്ന്. അങ്ങനെ ഞാൻ സെപ്റ്റംബർ 2023 സെപ്റ്റംബർ 1 ഞാൻ നാട്ടിലെത്തി ഉടമ്പടി എടുക്കണമെന്ന് എനിക്ക് അതേ ആഗ്രഹമുണ്ട്, ഞാൻ എടുക്കണമെന്ന്. പക്ഷേ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് ഞാൻ ചെയ്ത കാര്യം എന്നോട് ശത്രുതയായിട്ടിരിക്കുന്നു, എന്നോട് സംസാരിക്കാതെ എന്നോട് ശത്രുതയായുള്ളവരോട് ഞാൻ ആദ്യം പോയി അങ്ങോട്ട് രമ്യതപ്പെട്ടു. അതിനുശേഷമാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് തന്നെ ഓൾറെഡി എനിക്കും ഈ നോർക്ക വഴിയുള്ള ജർമ്മൻ്റെ സെലക്ഷൻ കിട്ടിയിരുന്നു. ജർമ്മൻ പഠിക്കുന്നതിനുള്ള സെലക്ഷൻ കിട്ടി. അപ്പോൾ എനിക്കറിയാമായിരുന്നു ജർമ്മൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, എന്നെക്കൊണ്ടത് കഴിയില്ലാത്ത കാര്യം. കാരണം ഞാൻ ഇതിനു മുമ്പ് IELTS പഠിക്കാൻ പോയിരുന്നു. അത് എക്സാം എഴുതേണ്ട സമയപ്പോൾ എന്നെക്കൊണ്ട് കഴിയില്ല, എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് ഞാൻ എക്സാം എഴുതാതെ അത് നിർത്തിയിട്ടാണ് ഞാൻ സൗദിക്ക് സെലക്ഷൻ കിട്ടി പോയത്. അതുകൊണ്ട് ഇത് എന്നെക്കൊണ്ട് കഴിയാത്ത കാര്യമാണെന്ന് എനിക്കറിയാവുന്നതുകൊണ്ട് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് അതിന് 2017 സെപ്റ്റംബർ 2023 ഞാൻ ഉടമ്പടി എടുത്തത്. ആദ്യമായി ഉടമ്പടിയിലേക്ക് വന്നത്. അതിനുശേഷമാണ് നോർക്കയുടെ ഇൻ്റർവ്യൂവിന് പോകും. ഞാൻ ഉടമ്പടി കാശുരൂപം എണ്ണയും തൈലവും ഉപയോഗിച്ചുകൊണ്ടാണ് ഇൻ്റർവ്യൂവിന് പോയത്. അത് കഴിഞ്ഞ ശേഷമാണ് ആ ഇൻ്റർവ്യൂവിൽ ആദ്യത്തെ എനിക്ക് പഠിക്കാനുള്ള സെലക്ഷൻ കിട്ടിയത്. അതിനുശേഷം പഠനം ആരംഭിച്ചു. പിന്നെ സമയച്ചെടുക്കുമ്പോൾ കൊണ്ട് ഞാൻ പെട്ടെന്ന് കാര്യങ്ങൾ പറയാം. ഉടമ്പടിയിലൂടെ കാര്യങ്ങൾ എങ്ങനെയാണ് നേടിയെടുക്കുന്നതെന്ന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു തരാം, എൻ്റെ അനുഭവത്തിലൂടെയുള്ള കാര്യങ്ങൾ. പിന്നെ എനിക്ക് ആദ്യത്തെ അനുഭവം മാതാവിനോട് ഉള്ള അനുഭവം, എനിക്ക് പ്രത്യേക അനുഭവം ഉണ്ട്. സാമീപ്യം മനസ്സിലായത്, ഞങ്ങൾ ഹോസ്റ്റലിൽ കൊച്ചിയിലാണ് ഞങ്ങൾ പഠിച്ചുകൊണ്ടിരുന്നത്. കൊച്ചിയിൽ നിന്ന് ഗോയിത്ത സെൻറ്ററത്തിലാണ് ഞങ്ങൾ പഠിച്ചുകൊണ്ടിരുന്നത്. അവിടെ പഠിക്കുമ്പോൾ ഞങ്ങൾ പുറത്ത് ഹോസ്റ്റലെടുത്ത് കൂട്ടുകാർ കൂടിയാണ് താമസിച്ചിരുന്നത്. അപ്പോൾ ഞങ്ങൾ പഠിപ്പിക്കുന്ന സെൻറ്ററിൽ നിന്നും ദൂരെയാണ്, തൈക്കൂടം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടെ ഇപ്പോൾ ഞങ്ങൾ മെട്രോ കയറി പോകണം. അക്കോമഡേഷൻ റെൻറ്റ് കുറവായിരുന്നു, അതുകൊണ്ടാണ് അവിടെ താമസിച്ചിരുന്നത്. കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ കൂട്ടത്തിലുള്ളവർ ട്യൂട്ടോറിയലിൻ്റെ ഗോയിത്ത സെൻറ്ററിൻ്റെ അടുത്തുള്ള ഹോസ്റ്റലിലേക്ക് മാറുകയും, അപ്പം ഞാൻ ഒറ്റയ്ക്കായി. എനിക്ക് അവിടെ റെൻറ്റ് കൂടുതലാണ്. അപ്പോൾ എനിക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് കൊണ്ട് എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അന്ന് അവിടെ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങേണ്ട അവസാന ദിവസം ഞാൻ പിന്നെ അടുത്തൊന്നും എനിക്ക് ഹോസ്റ്റൽ കിട്ടുന്നില്ലായിരുന്നു. അപ്പം അന്നത്തെ ദിവസം പ്രത്യക്ഷ പ്രാർത്ഥനയിൽ ഞാൻ അമ്മയോട് ഇങ്ങനെ പറഞ്ഞു, അമ്മ എനിക്ക് വീട്ടിൽ പോയി വരുന്നതിന് എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, പക്ഷേ വീട്ടിൽ പോയി വരുമ്പോൾ എനിക്ക് കുർബാനയ്ക്ക് പോകാൻ പറ്റത്തില്ല, കുർബാനയ്ക്ക് വിടാൻ പറ്റത്തില്ല. അതുകൊണ്ട് അതാണ് എൻ്റെ ഏറ്റവും ബുദ്ധിമുട്ട്. എനിക്ക് അടുത്തുള്ള ഹോസ്റ്റലാണെങ്കിൽ ഹോസ്റ്റലിൽ നിൽക്കുമ്പോൾ എനിക്ക് കുർബാനയ്ക്ക് പോകാം, അത് കഴിഞ്ഞ് ക്ലാസ്സിന് പോകാൻ പറ്റും എന്ന് പറഞ്ഞു. അന്ന് ഞാൻ ഹോസ്റ്റലിൽ വെക്കേറ്റ് ചെയ്തുകൊണ്ട് എൻ്റെ ബാഗും തുണിയും എല്ലാം എടുത്തുകൊണ്ടാണ് ഞാൻ ക്ലാസ്സിന് പോകുന്നത്. അന്ന് ക്ലാസ്സിന് പോകുമ്പോൾ അന്ന് പ്രതീക്ഷിതമായി രാവിലെയും വൈകുന്നേരവും ഞങ്ങൾക്ക് ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഫുഡ് കഴിക്കാൻ ഇല്ലായിരുന്നുണ്ട്. അപ്പോൾ എൻ്റെ കൂട്ടുകാർ ഓൾറെഡി ഹോസ്റ്റലിൽ മാറിയുകൊണ്ട് അവർ പറഞ്ഞു അവിടുത്തെ പോയി ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞ് അവരുടെ കൂടെ പോയി ഞാൻ ഫുഡ് കഴിക്കുന്നത്. അവിടെ ഫുഡ് കഴിച്ചിറങ്ങിയപ്പോൾ തൊട്ടടുത്തൊരു ഹോസ്റ്റൽ ഉണ്ടായിരുന്നു. അവിടെ ചുമ്മാ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, നിനക്കിവിടെ അവിടെ റൂം വേക്കൻ്റ് ആണ്,
അവിടെ നിനക്ക് താമസിക്കാം, അവിടെ ഒരു മുറിയിൽ 6 പേരാണ്, പക്ഷേ ആ റൂം ഫുള്ള് വേക്കൻ്റാണ്, നീ വന്നോളാൻ പറഞ്ഞു. പിറ്റേ ദിവസം തന്നെ അങ്ങനെ അതാണ് എൻ്റെ ആദ്യത്തെ അനുഭവം, മാതാവിൻ്റെ സമീപം ഞാൻ തിരിച്ചറിഞ്ഞത്. അടുത്ത എൻ്റെ അനുഭവം എന്ന് പറയുന്നത്, ഡെയിലി ബ്രെഡ് എന്നും ഞാൻ കൂടുമായിരുന്നു. ഡെയിലി ബ്രെഡിൽ അച്ഛൻ സംസാരിക്കുന്ന വാക്കുകൾ, അച്ഛനിലൂടെ ദൈവം എന്നോട് സംസാരിക്കുന്ന പോലെയാണ്. എൻ്റെ കൃത്യമായ കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഓരോ ദിവസവും സംസാരിക്കുന്നത്. ഒന്നുമല്ലെങ്കിൽ അച്ഛൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ കാര്യം സംസാരിക്കും, അല്ലെങ്കിൽ എനിക്ക് സംഭവിച്ച കാര്യങ്ങളായിരിക്കും കൃത്യമായി അച്ഛൻ പറയുന്നത്. ആ അച്ഛൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നപ്പോൾ തന്നെ എനിക്ക് സംഭവിച്ച കാര്യം, അത് ഞാൻ ഒരു എക്സാം എഴുതിയ തിരുവനന്തപുരത്താണ്. അവിടുന്ന് ഞാൻ പാസ്സായ എക്സാം സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ പോകുമ്പോൾ ഞാൻ ട്രെയിനാണ് പോകുന്നത്. പ്രവൺ റോട്ടിൽ നിന്നാണ് ട്രെയിൻ കയറി തിരുവനന്തപുരത്തിന് പോകുന്നത്. അപ്പോൾ മോനിപ്പള്ളിയിൽ നിന്ന് ഞാൻ സ്കൂട്ടറിനാണ് പോകുന്നത്. ആ പോകുന്ന വഴി ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിൻ്റ് ലിമിറ്റിൻ്റെ അടുത്തൂടെ, അവിടുത്തെ ദുർഘടമായ ഒരു വഴിയാണ്. അന്നത്തെ ദിവസത്തെ പ്രയറിൽ അച്ഛൻ പറയുന്നത്, അന്ന് ഞാൻ പോകുന്ന ദിവസം ഭയങ്കര മഴയായിരുന്നു. അപ്പോൾ എനിക്ക് ഒന്നും ഫ്രണ്ടിലുള്ളതൊന്നും കാണാനും കൃത്യമായിട്ടൊന്നും കാണുന്നില്ല. അന്ന് ഞാൻ പെട്ടെന്ന് ഒരു കുഴിയിലേക്ക് സ്കൂട്ടർ വീണത് ഞാൻ മറിഞ്ഞു. പക്ഷേ സ്കൂട്ടർ എങ്ങനെയാണ് സംഭവിച്ചെന്നിരിക്കുക, സ്കൂട്ടർ പെട്ടെന്ന് ഓഫായി. സ്കൂട്ടർ എൻ്റെ കാലിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്കും മറിഞ്ഞു കിടന്നു. ഞാൻ കൃത്യമായി എഴുന്നേറ്റ് നിൽക്കാൻ, ഞാനൊന്ന് വീഴുകയോ ഒന്നും ചെയ്തില്ല. അന്ന് ട്രെയിനിൽ കയറി കഴിഞ്ഞാണ് ഞാൻ ആ ഡെയിലി ബ്രെഡ് കാണുന്നത്, ഡെയിലി ബ്രെഡ് കൂടുന്നത്. ആ ഡെയിലി ബ്രെഡ് കൂടുമ്പോഴാണ് ഞാൻ കൃത്യമായിട്ട് അച്ഛൻ ഈ കാര്യം സംസാരിക്കുന്നതായിട്ട് എനിക്ക് അന്നത്തെ അച്ഛൻ്റെ ടോക്ക് ഇത് തന്നെയായിരുന്നു. യാത്രയും ട്രാഫിക് ബ്ലോക്കും കുണ്ടും കുഴിയും നിറഞ്ഞ റോഡിലൂടെ യാത്ര ചെയ്യുന്നവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് കാര്യങ്ങളെക്കുറിച്ചായിരുന്നു പറയുന്നത്. പിന്നെയുള്ളത് എൻ്റെ എക്സാം, ഞാൻ ജന്മ എക്സാം 6 പ്രാവശ്യം എഴുതി. 4 മൊഡ്യൂൾ 6 പ്രാവശ്യമായിട്ടാണ് എഴുതിയത്. ഓരോ എക്സാമിൽ എനിക്ക് എക്സാം എഴുതുമ്പോഴും ഓരോ മൊഡ്യൂളാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. ആദ്യത്തെ അറ്റംപ്റ്റിൽ ഒരു മൊഡ്യൂൾ കിട്ടി. ആ മൊഡ്യൂളിൽ ഉണ്ടായത്, ഞാനിപ്പോഴും പ്രാർത്ഥിക്കുക, എനിക്ക് സ്പീക്കിംഗ്, എനിക്ക് മറ്റുള്ളവരെ അഭിമുഖീകരിക്കുക എന്നുള്ളതായിരുന്നു എനിക്കൊരു ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, അമ്മയെ സ്പീക്കിങ്ങിന് വരുമ്പോൾ അമ്മയുടെ സാന്നിധ്യം കൃത്യമായിട്ട് പ്രകടമാക്കണമേ എന്നുള്ളത് ഞാൻ അകത്ത് സ്പീക്കിങ്ങിന് കയറുമ്പോൾ, അകത്ത് കയറി കഴിഞ്ഞപ്പോൾ എൻ്റെ എക്സാമിനറായിട്ട് വരുന്ന മാഡത്തിൻ്റെ പേര് മേരിക്കുട്ടി എന്നായിരുന്നു. അപ്പം എനിക്ക് ഉറപ്പായി, എനിക്ക് കോൺഫിഡൻസ് പ്രതീക്ഷിച്ചു, അമ്മ തന്നെയാണ് വന്നിരിക്കുന്നത് എന്നുള്ളൊരു ഇതിൽ ഞാൻ സംസാരിച്ചു. നല്ലവണ്ണം ഞാൻ പെർഫോം ചെയ്തു. ആ പെർഫോമൻസ് കഴിഞ്ഞപ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു ഞാൻ എക്സാം പാസ്സാവുന്നു. ആ എക്സാം ഞാൻ പാസ്സായി. പിന്നെ അടുത്ത എക്സാം എന്ന് പറയുന്നത് റൈറ്റിങ്ങിൽ, അടുത്ത ചാൻസിൽ എനിക്ക് റൈറ്റിംഗ് കിട്ടിയത്. റൈറ്റിംഗ് എക്സാം എഴുതുമ്പോൾ എനിക്ക് ആ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് എനിക്കൊന്നും മനസ്സിലായി. ഞാൻ ചുറ്റും പുറം നോക്കുമ്പോൾ എല്ലാവരും നന്നായിട്ട് കൃത്യമായി എഴുതിക്കൊണ്ടിരിക്കുന്നു, എനിക്ക് മാത്രം ഒന്നും എഴുതാൻ പറ്റുന്നില്ല. അപ്പോൾ എനിക്ക് സങ്കടം വന്നു, ശരിക്കും സങ്കടം വന്നു. പെട്ടെന്ന് ഞാൻ അന്ന് എനിക്ക് എൻ്റെ കൊന്തയിലാണ് ഞാൻ ഉടമ്പടി കാശുരൂപം ഇട്ടിരുന്നത്. ആ ഉടമ്പടി കാശുരൂപത്തിൽ ഞാൻ മുറുകെ പിടിച്ചിരുന്ന് ഞാൻ കണ്ണടച്ചിരുന്ന് കരഞ്ഞു. പിന്നെ എനിക്ക് എന്താ സംഭവിച്ചതെന്നറിയാം, ഞാനും കൃത്യമായിട്ട് എഴുതിക്കൊണ്ടിരുന്നു. എനിക്ക് കൃത്യമായി എന്താ എഴുതുന്നതെന്ന് പോലും എനിക്കറിയാൻ പാടില്ല. എല്ലാ ക്വസ്റ്റ്യനും ഉത്തരം ഞാൻ എഴുതി. അങ്ങനെ ആ എക്സാമിൽ ഞാൻ കൃത്യമായിട്ട് ആ എക്സാമിൽ ഞാൻ പാസ്സാവുകയും ചെയ്തു. പിന്നെയുള്ള അടുത്ത 2 മൊഡ്യൂളും കൂടി ഉണ്ടായിരുന്നു എനിക്ക് കിട്ടാൻ. അടുത്ത മൊഡ്യൂൾ എല്ലാവരും, എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും, ഞാൻ ഓരോ എക്സാമിനും എഴുതുമ്പോഴും ഉടമ്പടി തൈലവും ഉപ്പിട്ട് കൃത്യമായി വിശ്വാസ പ്രമാണം ചൊല്ലി ഉടമ്പടി തൈലവും ഉപ്പും ഇട്ടിട്ടാണ് പ്രാർത്ഥിച്ചിട്ടാണ് എക്സാം പേപ്പർ എക്സാമിനറിന് തിരിച്ചു കൊടുക്കുക. പിന്നെ അടുത്ത എക്സാമിൽ എല്ലാവരും, അതിൻ്റെ കൂട്ടത്തിൽ ഇവളും എക്സാം എഴുതുന്നുണ്ട്. ഇവൾക്ക് ഓൾറെഡി 3 മൊഡ്യൂൾ കിട്ടി, ഒരു ജോലിയിലെ സെലക്ഷനായി. പിന്നെ അടുത്ത എക്സാം ഒരു മൊഡ്യൂൾ കിട്ടാനാണ് ഇങ്ങനെ നിൽക്കുന്നത്. അപ്പം എല്ലാവരും, എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കൊൽക്കത്തയിൽ ഡേറ്റ് എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. എന്നോടും ചോദിച്ചു ഡേറ്റ് എടുക്കാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് 2 പേര് കൊൽക്കത്തയ്ക്ക് പോയി എഴുതുക. എക്സാമിന് ഓൾറെഡി നല്ല ഫീസാണ്. അപ്പോൾ ഞാൻ ജെൻസിയോട് പറഞ്ഞു, നീ പോയി എഴുത്, നിനക്കൊരു മൊഡ്യൂളല്ലേ ഉള്ളൂ, ഇനി ഞാൻ എന്തായാലും ഇതിനകത്ത് ഞാനിത് സ്റ്റോപ്പ് ചെയ്യുക, ഞാനിതുമായിട്ട് പോകാൻ ബുദ്ധിമുട്ടാണ്, പിന്നെ ഞാനിന്ന് പിൻവാങ്ങാം, നീ ഇനി പാസ്സാവുകയാണെങ്കിൽ പാസ്സായി നീ പോയി കഴിഞ്ഞ് ബാക്കി ഞാൻ മുന്നോട്ട് കണ്ടിന്യൂ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഡേറ്റ് എടുക്കുന്നില്ല. പക്ഷേ എല്ലാവരും എന്നോട് നിർബന്ധിച്ചു, നീ 2 ഒരെണ്ണമെങ്കിലും എടുക്കുന്ന നിർബന്ധിച്ചു. പക്ഷേ ഞാൻ പറഞ്ഞു, ഞാൻ എടുക്കത്തില്ല, ഞാൻ വരത്തില്ല, ഇവൾ പോയി എഴുതട്ടെ, ഇവൾക്ക് കിട്ടട്ടെ, എന്നിട്ട് നിൽക്കാമെന്ന്. പക്ഷേ ഇപ്പോൾ ഇവൾ എന്നോട് പറഞ്ഞു, ചേട്ടായി ഒരെണ്ണമെങ്കിലും എടുക്കുക, ഞാൻ ഒറ്റയ്ക്ക് എങ്ങനെയാണ് പോകുന്നത് എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ സമ്മതിച്ചില്ല. പക്ഷേ പെട്ടെന്ന് എനിക്ക് മനസ്സിൽ ആരോ സംസാരിക്കുന്ന പോലെ തോന്നുന്നു, നിനക്ക് ഓരോ എക്സാം എഴുതുമ്പോഴും ഓരോന്നിലല്ലേ നീ പാസ്സാകുന്നത്, നീ ഒരു കാര്യം ചെയ്യേ, നീ ഏതെങ്കിലും ഒരെണ്ണം എടുത്തിട്ട് നീ പോയി എഴുതും എന്നുള്ളത് എൻ്റെ ഉള്ളിലിരുന്ന് പറയുന്ന പോലെ തോന്നി. ഓക്കെ, അങ്ങനെ ആയപ്പോൾ ഞാൻ ഏറ്റവും കിട്ടാൻ ഏറ്റവും പാടുള്ള റീഡിംഗ് ആണ്. ആ എക്സാമിന് അത് തന്നെ ഞാൻ ഡേറ്റ് എടുത്തു. ഞാനും എക്സാമിന് പോകുന്ന സമയത്ത്
ട്രെയിനാണ് പോകുന്നത്, ഞങ്ങൾ പോകുന്ന ഞങ്ങൾ ലേറ്റായി. അപ്പം ഞങ്ങൾക്ക് ഓൾറെഡി ട്രെയിൻ മിസ്സാകുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പായി. ഞങ്ങൾക്ക് ഒരിക്കലും കോട്ടയത്ത് എത്താൻ പറ്റാതെ ഞങ്ങൾ 7 മണിക്കത്തെ ട്രെയിൻ ഞങ്ങൾ 6:15 കോട്ടയത്ത് നിൽക്കുന്നുള്ളൂ, ഞങ്ങൾക്ക് ബസ് കിട്ടിയിട്ടില്ല. അപ്പോഴും ഞങ്ങൾ ഇവളാണെങ്കിൽ ബസ് സ്റ്റോപ്പിലിരുന്ന് കൊന്തയില്ല, വിശ്വാസപ്രമാണം ചെല്ലി, അവൾ അവിടെ ഇരുന്ന് കൊന്തയില്ലുകയാണ്. പിന്നെ ഞങ്ങളൊരു ബസ് വന്നു, ബസ്സിൽ പോയി. പോകുന്ന വഴിക്ക് ട്രെയിൻ ഓൾറെഡി ലേറ്റാണെന്ന് മെസ്സേജ് കിട്ടി. എന്നാലും ഞങ്ങൾക്ക് ട്രെയിൻ ഞങ്ങൾ 7:15 അവിടെ ചെല്ലുമ്പോൾ ഞങ്ങൾ ഒരിക്കലും വിശ്വസിച്ചില്ല. ഞങ്ങൾ 7:15 ചെന്നില്ല. 7:30 ഞങ്ങൾ കോട്ടയത്ത് എത്തുന്നത്. കോട്ടയത്ത് എത്തുമ്പോഴും അറിയുന്നത് ട്രെയിൻ അവിടെ കോട്ടയത്ത് വന്നിട്ടില്ല. അപ്പോൾ ആ ട്രെയിൻ എനിക്ക് കിട്ടി. ഞങ്ങൾ ഒരിക്കലും ആ എക്സാം എഴുതാനോ ഞങ്ങൾക്ക് കൊൽക്കത്തയ്ക്ക് പോകാൻ പറ്റുമോ എന്ന് ഞങ്ങൾക്ക് ഒരിക്കലും വിശ്വാസമില്ലായിരുന്നു. പക്ഷേ ഞാൻ ആ ട്രെയിനിൽ കയറിയപ്പോൾ ഞാൻ ആദ്യം ഇവളോട് പറഞ്ഞു, ഞാൻ ഈ എക്സാമിന് പാസ്സാവും. പാസ്സായിട്ട് ഞാൻ എഴുതുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞു ഞാനിത് പാസ്സാവും. കാരണം ഞാൻ ഇതിനു മുമ്പും ഇത് സാക്ഷ്യത്തിൽ കേട്ടിട്ടുണ്ട്, ട്രെയിൻ ലേറ്റാക്കുന്നു. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി ആ ട്രെയിൻ ലേറ്റാക്കിയതാണെന്ന് ഞങ്ങൾക്ക് ഉറച്ച് വിശ്വസിച്ചു. ആ എക്സാമിൽ ഞാനത് പറഞ്ഞതുപോലെ തന്നെ ഞാൻ പാസ്സായി. റിസൾട്ട് വന്നപ്പോൾ ഞാൻ മാത്രം എല്ലാ ലേസനും പാസ്സായി, ബാക്കി എല്ലാവരും ലേസന് പാസ്സായില്ല. ബാക്കി എല്ലാവരും ബാക്കി മോഡ്യൂളിനൊക്കെ പാസ്സായി, ഞാൻ മാത്രം റീഡിങ്ങിന് പാസ്സായി. പിന്നീട് എനിക്ക് അടുത്ത എൻ്റെ സാക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ ഇൻ്റർവ്യൂ ആണ്. എനിക്ക് ഇവൾക്ക് ഓൾറെഡി ഒരു ഹോസ്പിറ്റൽ സെലക്ഷൻ ആയതുകൊണ്ട് ഞാൻ ഓൾറെഡി റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഹോസ്പിറ്റലിലേക്ക് മാത്രം എനിക്ക് ഇൻ്റർവ്യൂ മതി, വേറെ ഇൻ്റർവ്യൂ എനിക്ക് ഇടണ്ടാന്ന്. അപ്പോൾ ഇവളുടെ ആ ഇൻ്റർവ്യൂ രണ്ടാമത് വന്ന് ഫെബ്രുവരി മാസത്തിലാണ് എനിക്ക് വന്നത്. ആ ഇൻ്റർവ്യൂ വന്നപ്പോൾ എൻ്റെ മെറിറ്റാണ്, എനിക്ക് ഓൾറെഡി എനിക്ക് കിട്ടുമെന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. ഓൾറെഡി എനിക്ക് അതിന് ഇൻ്റർവ്യൂ മാത്രമേ ഞാൻ അറ്റൻഡ് ചെയ്യുന്നുള്ളൂ. പക്ഷേ ഇൻ്റർവ്യൂവിൽ ഞാൻ കൃത്യമായി പെർഫോം ചെയ്തു. എല്ലാവരും ഇൻ്റർവ്യൂവിന് മുമ്പ് പറഞ്ഞായിരുന്നു അവരെ ഇൻ്റർവ്യൂ എടുക്കുന്നവരോട് നിൻ്റെ വൈഫിനെ ഇവിടെ കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് പറയണം എന്ന് പറഞ്ഞു. പക്ഷേ ഇൻ്റർവ്യൂ എടുക്കുന്ന സമയത്ത് എനിക്ക് എൻ്റെ മനസ്സിലിങ്ങനെ പറയുന്ന പോലെ തോന്നി, അമ്മയെ പറയുന്ന പോലെ തോന്നി, നീ ഉടമ്പടിയിലല്ലേ, ഉടമ്പടി എന്ന് പറഞ്ഞാൽ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗെയ്സ് അല്ലേ. അപ്പോൾ ഞാൻ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മയെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മാത്രം എനിക്ക് ജോബ് മതി, എൻ്റെ ആഗ്രഹമല്ല. അപ്പോൾ ഞാനത് ഇൻ്റർവ്യൂ എടുത്ത ആളോട് ഞാൻ വൈഫിന് കിട്ടിയെന്ന് ഇൻ്റർവ്യൂവിൻ്റെ കാര്യം പറഞ്ഞില്ല. ഞാൻ ഇൻ്റർവ്യൂ എൻ്റെ കാര്യങ്ങൾ ചോദിച്ചതെല്ലാം കൃത്യമായി പെർഫോം ചെയ്തു. ആക്ച്വലി റിസൾട്ട് വന്നപ്പോൾ എനിക്ക് ഇൻ്റർവ്യൂവിൽ ഞാൻ സെലക്ട് ആയില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. ഞാൻ പ്രതീക്ഷിച്ച ഒരു കാര്യം എനിക്ക് കിട്ടില്ല. അപ്പം ഞാൻ അമ്മയോട് ഒത്തിരി സങ്കടം പറഞ്ഞു. അമ്മ എന്നെ ഉടമ്പടി എടുത്തില്ലേ, അമ്മ എന്നെ വിട്ട് കളഞ്ഞോ എന്ന് ഞാൻ ചോദിച്ച് സങ്കടപ്പെട്ടു. പക്ഷേ പെട്ടെന്ന് തന്നെ എൻ്റെ മനസ്സിൽ ഓർമ്മ വന്നു, ഞാൻ അമ്മയോട് അതിനു മുമ്പ് ഞാൻ വേറെ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു, പ്രാർത്ഥനയിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എൻ്റെ 4 മൊഡ്യൂളും പാസ്സായി കഴിഞ്ഞ് മാത്രമേ എനിക്ക് ഇൻ്റർവ്യൂ വരാവൂ എന്നുള്ളത്. അപ്പോൾ ഞാൻ 4ാമത്തെ മൊഡ്യൂൾ എഴുതി അതിൻ്റെ റിസൾട്ട് വരാതെ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, എങ്ങനെയാണല്ലോ ഞാൻ ഇങ്ങനെ ഒരു പ്രാർത്ഥന ചെയ്തിട്ടുണ്ട്, അമ്മ ചിലപ്പോൾ അതായിരിക്കും കേട്ട്, എന്നാൽ അതുകൊണ്ട് ഞാൻ ഈ എക്സാമിൻ്റെ റിസൾട്ട് ഞാൻ ഉറപ്പായിട്ടും പാസ്സാവും ഞാൻ അവളോട് പറഞ്ഞു. ആ എക്സാമിൻ്റെ റിസൾട്ട് വന്ന് ഞാൻ ഉറപ്പായി റിസൾട്ടിന് പാസ്സായി. പിന്നെ അമ്മയോട് ഞാൻ എന്നും പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു, അമ്മ എനിക്കിനി ജർമ്മനിക്ക് പോകണമെന്ന് ഓൾറെഡി ആഗ്രഹമില്ല, അമ്മയ്ക്കത് അറിയാവുന്ന കാര്യമാണ്, ഞാൻ ഇതിനു വേണ്ടി വന്നതല്ല, എനിക്ക് ഇന്ത്യയിൽ നാട്ടിൽ തന്നെ നിന്ന് ജോലി എന്തെങ്കിലും ചെയ്യണമെന്ന ആഗ്രഹത്തോടുകൂടി നാട്ടിൽ നിൽക്കണമെന്ന് ഓർത്ത് മാത്രം ജോലി കളഞ്ഞ് വന്നതാണ്. ഇവൾ കയറിപ്പോയി കഴിഞ്ഞ് പോകുമല്ലോ എന്നുള്ള രീതിയിൽ വന്നതാണ്. എനിക്ക് ജർമ്മനിക്ക് പോകേണ്ട ആഗ്രഹമില്ല. പക്ഷേ എനിക്ക് വേണ്ടത് എൻ്റെ വൈഫ് സാക്ഷ്യം പറയുന്നതിനൊപ്പം കയറി നിന്ന് എനിക്ക് അവളുടെ കൂടെ നിന്ന് സാക്ഷ്യം പറയണം. അതിന് വേണ്ടി മാത്രം ഉള്ള കൃപ എനിക്ക് തന്നാൽ മതി എന്ന് എന്നും പ്രാർത്ഥിക്കാൻ തുടങ്ങി. എനിക്ക് ഉടനെ തന്നെ 2 മാസം കഴിഞ്ഞപ്പോൾ നോർക്കയിൽ നിന്നൊരു മെയിൽ വന്നു, നിനക്ക് സാർബ്രൂക്കനിലോട്ട് നിൻ്റെ CV സെലക്ട് ചെയ്തിട്ടുണ്ട്, അവർ നിന്നെ ഇൻ്റർവ്യൂ നടത്താൻ ആഗ്രഹിക്കുന്നത്, നിനക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നീ 2 ദിവസത്തിനുള്ളിൽ ഇൻട്രസ്റ്റ് അയക്കണം, താല്പര്യമുണ്ടെന്ന് അറ്റൻഡ് ചെയ്യാൻ. അപ്പം ഞാൻ ഓൾറെഡി ഞാൻ നെറ്റിൽ സെർച്ച് ചെയ്തു. ഹോസ്പിറ്റൽ തമ്മിൽ ഇവർക്ക് കിട്ടിയിരിക്കുന്ന ഹോസ്പിറ്റലും എനിക്ക് വരുന്ന ഹോസ്പിറ്റലും തമ്മിൽ 450 കിലോമീറ്റർ ദൂരമുണ്ട്. അപ്പം ഞാൻ ഇത് ഭയങ്കര ബുദ്ധിമുട്ടാവുള്ളൂ, ഞങ്ങൾ തമ്മിൽ വീണ്ടും അകന്ന് നിൽക്കുന്നു. അപ്പം ഞാൻ പിന്നെ അമ്മയോട് പ്രാർത്ഥിച്ചു. പക്ഷേ ഞാൻ ഈ മെയിൽ വരുമ്പോഴേ ഓൾറെഡി ഞാൻ വിശ്വസിച്ചിരുന്നു ഇത് അമ്മ എനിക്ക് വേണ്ടി കൊണ്ടുവരുന്ന ഒരു ജോബാണ്, ഇത് അമ്മ എനിക്ക് വേണ്ടി കൊണ്ടുവരുന്നതാണ് ഓൾറെഡി ഞാൻ വിശ്വസിച്ചിരുന്നു. എങ്കിലും ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു, അമ്മ തന്നെ ഇത് എനിക്ക് കൊണ്ടുവരുന്നതാണെങ്കിൽ അമ്മ തന്നെ എന്നെ വെളിപ്പെടുത്തി തരണമെന്ന് പറഞ്ഞു. കാരണം എനിക്ക് 2 ദിവസത്തെ സമയമുള്ളൂ, ഇതിന് റിപ്ലൈ ചെയ്തില്ലെങ്കിൽ എനിക്കിത് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ വീട്ടിൽ വന്ന് ഞാൻ ഇവളോടും പറഞ്ഞു, എങ്ങനെയാണ് ഞാൻ അമ്മയോട് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവളുടെ കൂട്ടുകാരി ഓൾറെഡി ഇവളുടെ കൂടെ പഠിച്ച് അവൾ ജർമ്മനിയിൽ ഓൾറെഡി വർക്ക് ചെയ്യുന്നുണ്ട്. അവളോട് ഇങ്ങനെ വിളിച്ച് ചോദിച്ചു, ഇങ്ങനെ ഒരു ഹോസ്പിറ്റലിൽ എനിക്ക് ഇൻ്റർവ്യൂ വന്നിട്ടുണ്ട്, ഈ ഹോസ്പിറ്റലിനെ കുറിച്ച് ഒന്ന് അന്വേഷിച്ച് കാര്യം പറയാം. അപ്പോൾ അവളുടെ ഹോസ്പിറ്റലിൻ്റെ പേര് പറഞ്ഞപ്പോഴേ അവൾ പറഞ്ഞു, ഇത് എൻ്റെ ഹോസ്പിറ്റലാണ്, ഇതിനകത്തേക്ക് ഇൻ്റർവ്യൂ വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് കിട്ടുമോ ഇല്ലയോ എന്ന് നോക്കണ്ട, ചുമ്മാ അറ്റൻഡ് ചെയ്യാതിരിക്കരുതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഉറച്ച് വിശ്വസിച്ചു, അമ്മ എനിക്ക് അമ്മ എന്നെ സെലക്ട് ചെയ്യാമെന്ന് വീണ്ടും ഞാൻ ഉറച്ച് വിശ്വസിച്ചു. അപ്പം ഞാൻ ഇൻ്റർവ്യൂവിന് റെഡിയാണെന്ന് പറഞ്ഞൊരു തിരിച്ച് മെയിൽ അയച്ചു.
പിന്നെ എനിക്ക് ഇൻ്റർവ്യൂവിൻ്റെ ഡേറ്റ് വന്നു. ജൂലൈ 16-ാം തീയതിയാണ് എനിക്ക് എൻ്റെ ഡേറ്റും വന്നു. ആ ഇൻ്റർവ്യൂവിൻ്റെ ഡേറ്റ് വന്നെങ്കിലും ഓൺലൈൻ ഇൻ്റർവ്യൂ ആണ്. 2-3 ദിവസം മുമ്പെങ്കിലും നമുക്ക് ഇൻ്റർവ്യൂവിനുള്ള ലിങ്ക് അവർ അയച്ചു തരുന്നതാണ്. അതിനു മുമ്പ് ഒരു ഇൻ്റർവ്യൂ ഡേറ്റ് എനിക്ക് തന്നു കഴിഞ്ഞാൽ അതിന് ഒരാഴ്ച മുമ്പ് ആ നോർക്കയിൽ നിന്ന് തന്നെ എനിക്ക് അവിടുത്തെ കോർഡിനേറ്റർ എനിക്ക് മെയിൽ അയക്കുകയാണ്, നിൻ്റെ വൈഫ് ഓൾറെഡി ജർമ്മനിയിൽ ഓൾറെഡി ഒരു ഹോസ്പിറ്റലിൽ കമ്മിറ്റഡ് ആണ്, അവിടെ ഓൾറെഡി സെലക്റ്റഡ് ആണെന്ന് അവിടുത്തെ ജർമ്മനിയിൽ നിന്ന് അവർക്ക് ഇൻഫർമേഷൻ കിട്ടി. അപ്പോൾ നിനക്ക് ഇങ്ങോട്ട് ഈ ഹോസ്പിറ്റലിലേക്ക് പോയി, നിങ്ങൾ തമ്മിൽ ഇത്രയും ദൂരമുണ്ട്, നിങ്ങൾ തമ്മിൽ അങ്ങോട്ട് പോയാൽ നീ വൈഫിൻ്റെ അടുത്തേക്ക് പോകുമോ എന്നും പറഞ്ഞ് എനിക്ക് ഒരു മെയിൽ വന്നു. അപ്പം ഞാൻ ആ മെയിൽ വന്നപ്പോൾ ഞാൻ വീണ്ടും ശങ്കിച്ചു, ദൈവമേ എനിക്ക് ഇത്രയും അനുഗ്രഹം കൊണ്ട് തന്നിട്ട് ഇത് എനിക്ക് ഇൻ്റർവ്യൂ വരാതിരിക്കുമോ, ഇൻ്റർവ്യൂ എന്നെ അറ്റൻഡ് ചെയ്യിപ്പിക്കില്ലയോ എന്ന് ഞാൻ ഓർത്തു. എങ്കിലും ഞാൻ എനിക്ക് വിശ്വാസം അമ്മയല്ലേ എടുത്തിരിക്കുന്നത്, അമ്മ കൊണ്ടുവന്ന ആ ജോബ് എനിക്ക് അമ്മ കൊണ്ടുവരും എന്നുള്ളത് വന്നു. പക്ഷേ എനിക്ക് എന്നും 2 ദിവസം ഒരു തിങ്കളാഴ്ചയാണ് എനിക്ക് ഇൻ്റർവ്യൂ നടക്കുന്ന ദിവസം. ശനിയാഴ്ച ഞായറും നോർക്ക അവധിയാണ്. എനിക്ക് വെള്ളിയാഴ്ച വൈകുന്നേരം മെയിൽ കിട്ടിയാലേ എനിക്കത് അറ്റൻഡ് ചെയ്യാം. പക്ഷേ വെള്ളിയാഴ്ചയായിട്ടും എനിക്ക് മെയിൽ വന്നിട്ട് എനിക്ക് ശനിയാഴ്ചയാണ് പെട്ടെന്ന് എനിക്ക് മെയിലിൻ്റെ ലിങ്ക് വന്നു, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ ഉള്ള ലിങ്ക് വന്നു. ഈ ഇൻ്റർവ്യൂവിൽ എനിക്ക് ഒന്നും പ്രിപ്പയർ ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടില്ല. ഞാൻ മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഓടി നടക്കുക, മറ്റുള്ളവരുടെ കാര്യങ്ങൾ എനിക്ക് ഒത്തിരി കാര്യങ്ങൾ ഞാൻ ഇൻ്റർവ്യൂ ആണ്, എനിക്ക് പഠിക്കണം, എനിക്കൊന്നും പ്രിപ്പയർ ചെയ്യാൻ പറ്റിയിട്ടില്ല അമ്മേ, എനിക്കൊന്നും പറ്റുന്നില്ലല്ലോ എന്ന് പറയുന്നത്. എങ്കിലും എനിക്കൊരു വിശ്വാസം, അമ്മ കൊണ്ടുവരുന്ന കാര്യമില്ല, അമ്മ എന്ത് വേണേലും നടത്തി തരുമെന്ന് എനിക്കറിയാമോ, എനിക്കൊരു കുറച്ച് ഞാൻ വിശ്വസിച്ചിരുന്നു. ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത് എനിക്ക് ഇൻ്റർവ്യൂ ടൈം കിട്ടുന്നത് 2:30 തൊട്ട് 3:30 വരെയുള്ള ടൈമാണ്. ഇൻ്റർവ്യൂവിന് 1 മണിക്കൂർ മുമ്പ് നമ്മൾ ഇൻ്റർവ്യൂ ലിങ്കിൽ അവിടെ വെയിറ്റിംഗ് ലിസ്റ്റിൽ തന്ന ലിങ്കിൽ വെയിറ്റിംഗ് ലിസ്റ്റിൽ ഉണ്ടായിരിക്കണം. കൃത്യം 2 മണിയായപ്പോൾ ഞാൻ 1:30 തൊട്ട് ഓൺലൈനിലുണ്ട്. പക്ഷേ 2 മണിയായപ്പോൾ പെട്ടെന്ന് എൻ്റെ നെറ്റെല്ലാം കട്ടായിപ്പോയി, ലിങ്ക് വരുന്നില്ല, ലിങ്കില്ല, എനിക്ക് കയറാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് തോന്നി എനിക്കൊരു ടെൻഷനായി, എനിക്ക് പറ്റുന്നില്ലല്ലോ, നെറ്റ് കിട്ടുന്നില്ല. അരമണിക്കൂറായിട്ടും എനിക്ക് നെറ്റ് വരുന്നില്ല. അന്ന് ജൂലൈ 16 തീയതി അന്നത്തെ ദിവസമാണ് ജിയോയുടെ ഓൾ ഇന്ത്യ ലെവലിൽ ഇൻ്റർനെറ്റ് കട്ടായിപ്പോയൊരു ദിവസമാണ്. പെട്ടെന്ന് ഞാനിങ്ങനെ, പക്ഷേ ഞാൻ ഓൾറെഡി പെട്ടെന്ന് 3 മണിയായപ്പോൾ പെട്ടെന്ന് എൻ്റെ മൊബൈലിൽ നെറ്റ് വരുന്നു. അപ്പോൾ ഓൾറെഡി എല്ലാം ഇൻ്റർവ്യൂ എടുക്കുന്നവരും പെട്ടെന്ന് ഞാൻ കാണുന്നവരെയാണ്. അപ്പോൾ പെട്ടെന്ന് ഇൻ്റർവ്യൂവും എൻ്റെ കൂടെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യേണ്ടവരല്ല ആ ഇൻ്റർവ്യൂവിൽ വന്നതും പോലും. എനിക്ക് അങ്ങനെ എന്നിട്ട് ഇൻ്റർവ്യൂവിൽ ഓൾറെഡി അവരെന്നോട് പറഞ്ഞു, ഇനി ആദ്യം സെൽഫ് ഇൻട്രൊഡക്ഷൻ ഒന്നും പറയേണ്ട കാര്യമില്ല, നിങ്ങളുടെ സമയം പോയി, ഓൾറെഡി അരമണിക്കൂർ കട്ടായി, ഇനി അരമണിക്കൂറുള്ളൂ, ഞങ്ങൾ തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കാം, അതിന് ഉത്തരം പറഞ്ഞാൽ മതി എന്നുള്ള രീതിയിൽ അവർ ഇൻ്റർവ്യൂ എടുത്തു. ഓൾറെഡി ഇൻ്റർവ്യൂവിൽ എന്നോട് ചോദിക്കുമ്പോൾ അവരാദ്യം എന്നോട് ചോദിച്ചത് എൻ്റെ എക്സ്പീരിയൻസ് ആണ്. എനിക്ക് 16 കൊല്ലത്തെ കണ്ടിന്യൂസ് എക്സ്പീരിയൻസ് ഉണ്ട്. പക്ഷേ അവരെന്നോട് പറഞ്ഞു, നിനക്ക് എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ മാത്രമേ എക്സ്പീരിയൻസ് ഉള്ളൂ, നിൻ്റെ ഈ എമർജൻസിയിൽ നിനക്ക് ഒരിക്കലും രജിസ്റ്റേർഡ് നേഴ്സാവാതെ B2 പാസ്സായി രജിസ്റ്റേർഡ് നേഴ്സാവാതെ ജർമ്മനിയിൽ ജോലി ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നിനക്ക് വേറെ എവിടെയെങ്കിലും എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ എന്ന് ഞാൻ പറഞ്ഞു. എനിക്ക് ഏത് ഡിപ്പാർട്ട്മെൻറ്റ് വേലും എക്സ്പീരിയൻസ് എനിക്ക് ജോലി ചെയ്യാൻ പറ്റും. കാരണം ഞാൻ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലാണെങ്കിൽ സ്റ്റാഫ് ക്രൈസിസിലും പേഷ്യൻറ്റ് കൂടുന്നതനുസരിച്ച് ഹോസ്പിറ്റലിൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൽ മാറി ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് ലിറ്ററലി ഒന്നും കാണിക്കാൻ എൻ്റെ രേഖയില്ല, എനിക്ക് എമർജൻസിയിലെ എക്സ്പീരിയൻസ് മാത്രമേ കാണിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അവരെന്നെ പറയുന്നത് അത് ബുദ്ധിമുട്ടാണ്, നിനക്ക് എപ്പോഴും അത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ അങ്ങനെ പറഞ്ഞ് അവർ ഇൻ്റർവ്യൂ കഴിഞ്ഞു ഉടനെ തന്നെ എനിക്ക് പെട്ടെന്നൊരു കോൾ വന്നു. നോർക്കയുടെ കോർഡിനേറ്റർ തന്നെ പെട്ടെന്ന് എനിക്ക് കോൾ വരികയാണ്. അവർ തന്നെ ഈ ക്വസ്റ്റ്യൻ തന്നെ, നിനക്ക് വേറൊരു ഡിപ്പാർട്ട്മെൻറ്റിൽ എക്സ്പീരിയൻസ് ഇല്ലേ, എന്തെങ്കിലും ഉണ്ടോ, എല്ലാം പറഞ്ഞു. എനിക്കില്ല, എനിക്ക് പേപ്പറിൽ എനിക്ക് തരാൻ പറ്റത്തില്ല, എനിക്ക് ഉണ്ടെങ്കിൽ എനിക്ക് വെർബലി പറയാനും പറ്റും, എനിക്ക് എവിടെ ഡ്യൂട്ടി ചെയ്താലും എനിക്ക് ചെയ്യാൻ പറ്റും, പക്ഷേ എനിക്ക് പേപ്പറിലില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ, അപ്പോൾ ആ ഒരു കോൾ വന്നപ്പോൾ എനിക്ക് ഉറപ്പാണ്, ഈ ജോലി എനിക്ക് ഉറപ്പാണെന്ന് ഞാൻ വിശ്വസിച്ചു. അടുത്ത ദിവസമാണ് ഇൻ്റർവ്യൂവിൻ്റെ ലിസ്റ്റ് വരുന്നത്. ആ ഇൻ്റർവ്യൂ പാസ്സായതിൻ്റെ ലിസ്റ്റിൽ എൻ്റെ പേരുണ്ടായിരുന്നു, എനിക്ക് ജോലി കിട്ടി. പിന്നെ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നത് എന്താ, എനിക്ക് എൻ്റെ വൈഫിൻ്റെ കൂടെ ഒന്ന് ഇവിടെ സാക്ഷ്യം പറയണം, അതിനുള്ള അപ്പോൾ എനിക്ക് അതിൻ്റെ അടുത്ത മാസം തന്നെ ജൂലൈ 16-ാം തീയതി തന്നെ അടുത്ത മാസം വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്യാൻ അവർ ഓൾറെഡി എല്ലാം പറയുന്നു. പക്ഷേ ഞാൻ വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ എനിക്കൊരു സ്ലോട്ട് കിട്ടുന്നില്ലായിരുന്നു. പിന്നെ അവർ തന്നെ നോർക്കയിൽ നിന്ന് ഇടപെട്ട് അവർ തന്നെ എനിക്ക് ഇൻ്റർവ്യൂവിൽ അപ്പോയിൻമെൻറ്റ് എടുത്തു തന്നു. അത് കഴിഞ്ഞ് എനിക്ക് വിസ വന്ന ഡേറ്റ് ഞാൻ ഉടമ്പടി എടുത്ത ആ ഡേറ്റിൽ തന്നെ എനിക്ക് വിസ വന്നു. സെപ്റ്റംബർ 17, 2025 എനിക്ക് വിസ വന്നു. എനിക്ക് എൻ്റെ ട്രാവലിംഗ്
എന്നോട് പറഞ്ഞിരിക്കുന്നത് നവംബറിൽ, ആദ്യം അവർ പറഞ്ഞ് ഒക്ടോബറിലാണ്. ഞാൻ ഒക്ടോബറിലാകുമ്പോൾ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു, അമ്മയെ ഒക്ടോബർ 25-ആം തീയതി ജവമാല അഖണ്ഡ ജവമാലയാണ്, അതും കൂടെ കഴിഞ്ഞിട്ട് മാത്രമേ എനിക്ക് ടിക്കറ്റ് വരാതുള്ളൂ. കഴിഞ്ഞ ദിവസം അവിടെ നിന്നുള്ള വീഡിയോ കോൺഫറൻസിൽ അവർ പറഞ്ഞത് നവംബറിലായിരിക്കും ട്രാവലിംഗ് ഉണ്ടാകും, നവംബർ 7 ആയിരിക്കും ട്രാവലുണ്ട്. അമ്മയെ ഇത്രയും അനുഗ്രഹം തന്ന അമ്മയ്ക്ക് ഒരാൾ കൂടി നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇനി കാരുണ്യപ്രവൃത്തികളായിട്ട് ഞാൻ കാരുണ്യപ്രവൃത്തി ചെയ്യുന്നത്, എനിക്ക് പത്രം ഇവിടുന്ന് എല്ലാ മാസവും ഞാൻ വന്ന് പത്രം മേടിച്ചു കൊണ്ടുപോവുകയും എല്ലായിടത്തും പത്രം, റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റോപ്പിലും പത്രം വിതരണം ചെയ്യുമായിരുന്നു. പിന്നെ എൻ്റെ ഇടവപ്പള്ളിയിൽ ഒരു കെട്ട് പത്രം ഞാൻ എന്തായാലും കൊടുക്കുമായിരുന്നു. കിട്ടുന്ന അന്നേരം തന്നെ ആദ്യം പോയി എല്ലാവർക്കും തന്നെ. പക്ഷേ എല്ലാവരും ചോദിച്ചു, നിങ്ങളുടെ കാര്യം എന്തായത്? ഞാൻ പറഞ്ഞത്, അമ്മയ്ക്കൊരു സമയമുണ്ട്, ആ സമയം മുമ്പ് എല്ലാം ചെയ്ത് നടത്തിക്കോളും എന്നാണ് എല്ലാവരും മറുപടി പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ എനിക്ക് മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ളത്, ഞാൻ സാമ്പത്തികമായി ഇപ്പോൾ ഞെരുക്കത്തിലായതുകൊണ്ട് മറ്റുള്ള ആരെന്നോട് സഹായം ആവശ്യമായാലും ഞാൻ എന്നെക്കൊണ്ട് കഴിയുന്ന സഹായം ഞാൻ ചെയ്യുമായിരുന്നു. ഞാൻ കൽക്കട്ടയിൽ പോകുമ്പോൾ എക്സാമിന് പോയപ്പോൾ ഞാൻ ഇവിടുന്ന് എല്ലാ ലാംഗ്വേജും, ബംഗാളി, ഇംഗ്ലീഷ്, ഹിന്ദി എല്ലാ ലാംഗ്വേജുള്ള പത്രവും മേടിച്ചു തന്നു. പോകുന്ന വഴിക്ക് ട്രെയിനിലെല്ലാം ഞാൻ പത്രം കൊടുത്തിരുന്നു. പിന്നെ അവിടെ എൻ്റെ വൈഫിൻ്റെ അമ്മയുടെ അനിയത്തി അവിടുത്തെ സ്കൂളിലാണ്, മഠത്തിലെ സിസ്റ്ററാണ്, ആ സ്കൂളിലാണ്, അവിടെ മഠത്തിലൊരു സ്കൂളും ഉണ്ട്, അവിടെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളവിടെ പോയപ്പോൾ ഞങ്ങൾ അവിടെയാണ് സ്റ്റേ ചെയ്യുന്നത്. അന്നത്തെ എക്സാം എനിക്ക് ഉച്ചയ്ക്കായിരുന്നു എക്സാം. രാവിലെ ഞാൻ സ്കൂളിൽ ആ പത്രവുമായി, ബംഗാളി പത്രവുമായിട്ട് ഞാൻ സ്കൂളിൻ്റെ വാതിൽക്കൽ നിന്ന് ആ സ്കൂളിലെ പിള്ളേരെ കൊണ്ടുപോയിരുന്ന മാതാപിതാക്കൾക്ക് എല്ലാവർക്കും ഞാൻ ഈ പത്രം കൊടുക്കുമായിരുന്നു. ആ പത്രം കൊടുത്തിട്ടാണ് ഞാൻ എക്സാമിന് പോയത്. പരിശുദ്ധ അമ്മ മാതാവ് ഈ ഉടമ്പടിയിലൂടെ എനിക്ക് വന്ന എല്ലാ അനുഗ്രഹങ്ങളെക്കുറിച്ചും ഓർത്തുകൊണ്ട് അമ്മയ്ക്ക് ഞാൻ 1000 നന്ദി പറയുന്നു. അമ്മയ്ക്കും തിരുക്കുമാരനും ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് ഇനി മുൻപോട്ടുള്ള എൻ്റെ ഈ ജീവിതകാലം മുഴുവൻ ഈ ഉടമ്പടിയിൽ നിലനിൽക്കണമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അതിന് അമ്മ എനിക്ക് അനുഗ്രഹം വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം അമ്മയ്ക്കിടെ